പല പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിൽ നമ്മെ കോണ്ടാക്ട് ചെയ്ത് ഈ വേദിയിലെത്തി എത്തിച്ച പലരും ഉണ്ടാകും. നിങ്ങൾക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്തു തന്ന പലരും ഉണ്ടാകും. അവർക്കൊക്കെ ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അവരോടെല്ലാം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അതിനുമുപരി ഉണ്ടല്ലോ, മുകളിൽ ഒരാളുണ്ട്. കാരണം അവൻ്റെ ഒരു തീരുമാനമാണ്, മുകളിലുള്ള ഒരാളുടെ തീരുമാനമാണ് എന്നെയും നിങ്ങളെയും ഈ വേദിയിലേക്ക് ഒരുമിച്ച് കൂട്ടുക എന്നത്. അപ്പം ഞാൻ നേരെ ഈ സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. ഈ സബ്ജക്റ്റിൽ ഇതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ എഴുത്തിൻ്റെ ഇതിലേക്ക് പോകുന്നത്. റിയലി ഞാൻ വളരെയധികം ഖേദമുണ്ട്, കുറച്ച് ലേറ്റായിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് എന്ന് പറയുന്നത് തികച്ചും വിലപ്പെട്ടത് തന്നെയാണ്. ഓരോ സമയം വിലപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് 10 മിനിറ്റ് 11 മിനിറ്റ് ലേറ്റായി എന്നത് തികച്ചും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ചെറിയ ഇടവേളയ്ക്കുള്ളിലാണ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു കംപ്ലീറ്റ് ലേണിംഗ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ട്. ശബ്ദ സൗകര്യങ്ങൾ, അതിൻ്റെ എഴുത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, എല്ലാവിധ സൗകര്യങ്ങളും. അപ്പോൾ ആ സംഗതിയൊക്കെ അറേഞ്ച് ചെയ്തും ഒക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായതാണ്. നിങ്ങൾ സദയം ക്ഷമിക്കുമെന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, മുകളിൽ ഒരാളുണ്ട്. അവൻ്റെ തീരുമാനപ്രകാരമാണ് നമ്മൾ ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അവനോട് കൃതാർത്ഥതയുള്ളവരായിരിക്കണം, കൃതജ്ഞതയുള്ളവരായിരിക്കണം. അതിനാണ് നമ്മൾ അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറയുന്നത്. സ്തുതിക്ക് ഏറ്റവും അർഹൻ അള്ളാഹുവാണ്. അൽഹംദുലില്ലാഹ് എന്ന് അറബിയിൽ പറയും. നമ്മൾ അറബിയും കൂടെ പഠിക്കാൻ പോവുകയാണ്. വൈദവേ ഞാൻ പറയാൻ പോകുന്നത്, ഇത് നമ്മുടെ ഈ ഇപ്പോൾ തുടങ്ങി വയ്ക്കുന്ന ഈ 20 മണിക്കൂറത്തെ കോഴ്സ് എന്ന് പറയുന്നത് റീഡ് ആൻഡ് റൈറ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ലാംഗ്വേജ് പഠിക്കില്ലെന്നല്ല പറയുന്നത്, എഴുത്തും വായനയുമാണ് ഇതിൽ മെയിൻ ഫോക്കസ് നൽകുന്നത്. ഈ കോഴ്സ്, ഈ 20 ഡേയ്സ് കോഴ്സ് കഴിഞ്ഞാൽ, 20 അവേഴ്സ് കോഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ട് അറബി ബേസ് ചെയ്തിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൻ്റെ മറ്റ് ബാച്ചുണ്ട്. അത് അവിടെ നിന്ന് പല രീതിയിലേക്ക് ഡീവിയേറ്റ് ചെയ്തു പോകും. ഖുർആൻ പഠിക്കുന്നതിന് അങ്ങനെ പോകുന്നുണ്ട്, അറബി പഠിക്കുന്നതിന് അങ്ങനെ 2 ലെവലിലും പോകുന്നു. കമ്മ്യൂണിക്കേറ്റീവ് അറബിക് ആ ലെവലിൽ നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വേദിയിലേക്ക് ഒരുമിച്ച് കൂട്ടി ഞാൻ പറഞ്ഞു, ദൈവ തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട്, അല്ലെങ്കിൽ സൃഷ്ടികർത്താവിനോട്, പ്രപഞ്ചനാഥനോട് നന്ദിയുള്ളവനായിരിക്കണം. അതേപോലെ നമുക്ക് നന്മകൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി കാലാകാലങ്ങളിൽ പ്രവാചകന്മാരാഗതരാകും. എപ്പോഴും നന്മ അസ്തമിക്കുകയും തിന്മ വികസിക്കുകയും ചെയ്യുന്നു. എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറയുന്നതാണ്. തിന്മ വളരുകയും നന്മ തളരുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം ദൈവദൂതന്മാർ ആഗതരാകും. നിങ്ങളുടെ സൗണ്ട് കുറച്ചുകൂടെ കൂട്ടിയിരിക്കണേ. നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് ഏതാണ് അവിടെ സൗണ്ട് കുറച്ച് കൂട്ടിയിരിക്കണം. ഞാനിവിടെ ആംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്, പരമാവധി സൗണ്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ക്ലാസ് ഇങ്ങോട്ട് പോകും തോറും പറയുന്ന ആളിന് കുറച്ചുകൂടെ ഒച്ച കൂടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കേൾക്കാൻ പറ്റും. എന്തായാലും നിങ്ങളുടെ ഡിവൈസിൽ കുറച്ചുകൂടെ സൗണ്ട് കൂട്ടിയിരിക്കണം, മാക്സിമം സൗണ്ട് കൂട്ടിയിരിക്കും. പലപ്പോഴും നമ്മുടെ ഫോണിൽ ഒരു മിനിമം സൗണ്ട് ആയിരിക്കും വെച്ചിരിക്കുക. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് സൗണ്ട് മാക്സിമം കൂട്ടിയിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്, ക്ലാസ് ആദ്യം ഞാൻ പറഞ്ഞു ചിലപ്പോൾ സൗണ്ട് കൂടും, പിന്നീട് സൗണ്ട് കുറയുകയും ചെയ്യും. കാരണം പഠനമായതുകൊണ്ട് സൗണ്ട് കൂടുകയും വോയിസ് മോഡുലേഷൻ ഉണ്ടാകും അതിൽ. ഓക്കെ, പറഞ്ഞു വന്നത്, ദൈവ തീരുമാനപ്രകാരമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. അതൊന്ന്, അവനോട് നന്ദിയുള്ളവനായിരിക്കണം. 2, കാലാകാലങ്ങളിൽ നന്മ തളരുകയും തിന്മ വളരുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ ദൈവദൂതന്മാരെ അയക്കാറുണ്ട്. ആ കൂടുതൽ നിയോഗിതനായ ഫൈനൽ പ്രൊഫറ്റാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബിക്ക് ശേഷം പിന്നെ ഒരു നബി വന്നതായിട്ട്, പ്രവാചകൻ വന്നതായിട്ട് ആരും പറയുന്നില്ല. അപ്പം ആ നിലയ്ക്ക് മുഹമ്മദ് നബിയുടെ മേൽ ഒരുപാട് കരുണാ കടാക്ഷങ്ങൾ, ദൈവത്തിൻ്റെ കരുണാ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്നും നമ്മളെപ്പോഴും ഒരുമിച്ച് കൂടുമ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. അതാണ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് നമ്മൾ പറയുന്നത്. ആ ദൈവദൂതൻ മുഹമ്മദിൻ്റെ പേരിൽ കരുണ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്നതാണ് ആ പ്രാർത്ഥന. അപ്പോൾ ഇനി മുതൽ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലാസ് തുടങ്ങുക. പിന്നീട്
അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും സമ്മറിയാണ് ഞാൻ ആദ്യത്തെ ക്ലാസ് തന്നെ പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മറി എന്താണ്? സ്തുതി എല്ലാം ദൈവത്തിനാണ്, അതോടൊപ്പം ദൈവദൂതനായ ഫൈനൽ അവസാനത്തെ പ്രവാചകനായ ആ പ്രവാചകൻ മുതൽ മുമ്പോട്ടുള്ള അല്ലെങ്കിൽ അതിന് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും നമ്മൾ വിശ്വസിക്കണമെന്നാണ് വേദഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. ആ അന്ത്യ ദൂതനിലും നമ്മൾക്ക് ദൈവത്തിൻ്റെ കരുണാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്നതാണ് ഈ ആമുഖത്തിൽ പറയുന്ന അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ് എന്ന് പറയും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് അൽഫബറ്റ് എന്നാണ്. അൽഫബറ്റ് എന്ന് പറഞ്ഞാൽ അലിഫ് ബ ത, അലിഫ് ബ ത. ഇതിൽ നിന്നാണ് ലോകത്താകമാനം ഉപയോഗിക്കുന്ന ലാംഗ്വേജിൻ്റെ അൽഫബറ്റ് എന്ന പ്രയോഗം ഉണ്ടായത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി അറബി ഭാഷയുടെ ഇൻഫ്ലുവൻസ്, ലോകത്തുണ്ടായ ഇൻഫ്ലുവൻസ് എന്ന് പറയും. അലിഫ് ബ ത അൽഫബറ്റ് അവിടെ ഉണ്ട്. ക്ലാസ് ടൈം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന സമയം ചൊവ്വ ശനി ദിവസങ്ങളിലാണ് ക്ലാസ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്ലാസ് വെച്ചിരിക്കുന്നത് നമ്മൾ ചില ആൾക്കാർ നമ്മൾ അറബി ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ബന്ധപ്പെടുമ്പോഴാണ് നമ്മളൊരു ബാച്ചിങ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങി വരുമ്പോൾ കുറേ ആൾക്കാരെ കൂട്ടി 1-2 പേർക്ക് വേണ്ടി ക്ലാസ് തുടങ്ങാൻ പറ്റില്ല. കുറേ ആൾക്കാരെ കൂട്ടി നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സംഭവം പെട്ടെന്ന് തട്ടിക്കൂട്ടേണ്ടി വരുന്നത്. 2 പേര് കോൺടാക്ട് ചെയ്തു. അപ്പോൾ 2 പേരെ നമ്മൾ കോൺടാക്ട് ചെയ്ത് അറിവ് പഠിക്കണമെന്ന് താല്പര്യപൂർവ്വം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ബാച്ചും കൂടി തട്ടിക്കൂട്ടുകയാണ്. അങ്ങനെ റമദാന് മുമ്പ് തന്നെ ഇത് തുടങ്ങണം എന്ന് തീരുമാനിച്ചു. ഒരുപക്ഷെ ആ റമദാനിൽ അറബി പഠിച്ച് കിട്ടിയാൽ അവർക്ക് വലിയൊരു സായുജ്യമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങി. റമദാന് മുമ്പ് നമ്മൾ ചൊവ്വയും ശനിയും ദിവസങ്ങളിൽ രാത്രി 7:15 ക്ലാസ് തുടങ്ങുന്നത്. രാത്രി 7:15 മുതൽ 8:15 വരെയാണ് ക്ലാസ് തുടങ്ങുന്നത്. അത് ഇന്ത്യൻ സമയമാണ്. സൗദി, ബഹ്റൈൻ, ഖത്തർ ഒക്കെ അത് 4:45 തുടങ്ങുക. UAE, ഒമാനിൽ 5:45. ഓക്കെ, അതാണ് ക്ലാസ് സമയം. ഇനി നമ്മൾ റമദാനിൽ ക്ലാസ് തീരുമാനിച്ചതനുസരിച്ചാണെങ്കിൽ ആ ടൈം നിങ്ങളെ ഞാൻ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതിൽ അസൗകര്യമുണ്ട് എന്ന് ചിലർ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞവരുടെ പരിഗണിക്കും. നമുക്ക് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നേരത്തെ ആക്കാവുന്നതാണ്. അത് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. കൺഫർമേഷൻ റമദാനിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിയിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് നേരിട്ട് അറിയിക്കും. നമ്മൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നേരത്തെ ആക്കാവുന്നതാണ്. റമദാനിൽ രാവിലെ തന്നെ ആയിരിക്കും റമദാനിൽ വരിക. വൈകുന്നേരം ആകുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം പലരും പല നിലയ്ക്കുള്ള തിരക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പറ്റില്ല, ടയേർഡായിരിക്കും. അതേപോലെ കോൺസെൻട്രേഷൻ, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരൻ ലാംഗ്വേജ് അല്ല. അറബി ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ അറബ് ലീഗിൽ തന്നെ 22 ഭാഷകളുണ്ട്. 22 രാഷ്ട്രങ്ങളുണ്ട് അറബ് ലീഗിൽ. ആ 22 രാഷ്ട്രങ്ങൾ കൂടാതെ ഒരു 10-12 രാഷ്ട്രങ്ങൾ കൂടി അറബി ഭാഷ സംസാരിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഫസ്റ്റ് ലാംഗ്വേജ് ആണ്, ചില സ്ഥലങ്ങളിൽ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സോ ടോട്ടലി 34 countries are using Arabic language, either first language or as a second language. സൗണ്ട് ഞാൻ ഇടയ്ക്ക് കുറച്ച് അപശബ്ദം വന്നപ്പോഴാണ് മൈക്ക് ഓഫ് ചെയ്തത്. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ആർക്കെങ്കിലും കേൾക്കുന്നുണ്ട്? ഒരാൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ ഭാഗം ക്ലിയർ ആണെന്ന് അർത്ഥം. എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇനി സംസാരിക്കണ്ട. ഞാൻ പറയുന്ന ഇനി സംസാരിക്കാനുള്ള ഓപ്ഷൻ വരും, അപ്പോഴേ പറയാം കേട്ടോ. കാരണം ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് തീർത്ത് എഴുതാൻ തുടങ്ങണം. ഓക്കെ. അപ്പോൾ ടോട്ടലി ലോകത്ത് 34 രാഷ്ട്രങ്ങളിൽ ഒന്നുകിൽ അറബി ഭാഷ മദർ ടങ് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് ഒരു ഓഫീസ് ചെന്നാൽ ഇംഗ്ലീഷിൽ പേപ്പർ എഴുതി കൊടുത്താൽ അവർ റിജക്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ലോകത്ത് 34 രാഷ്ട്രങ്ങളിൽ അറബിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഒഫീഷ്യലി അംഗീകരിക്കണം. അത് 34 രാഷ്ട്രങ്ങൾ.
എന്ന് തന്നെയല്ല നമ്മളിപ്പോൾ UN പോയെന്ന് വിചാരിച്ചു. UN പോയാൽ UN അറബി ഭാഷയിൽ സംസാരിക്കും, ഒഫീഷ്യലി സംസാരിക്കും അറബി ഭാഷയിൽ. UN അംഗീകൃത ഭാഷകൾ എന്ന് പറഞ്ഞാൽ ചൈനീസ്, ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച്, റഷ്യൻ ഭാഷകളാണ് മറ്റ് ഭാഷകളായിട്ടുള്ളത്. ഷഹ്സാദിനാണ് കേൾക്കുന്നില്ല എന്ന് പറയുന്നത്. ഷമൽ സാനി കേൾക്കുന്നില്ല എന്ന് പറയുന്നു. റസിയ, മഷ്റൂഖ്, നിങ്ങൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും നിങ്ങളുടെ മ്യൂട്ട് ചെയ്യുന്ന അൺമ്യൂട്ട് ചെയ്യുന്ന ഒന്നുണ്ടാവും. ഞാൻ ഇവിടെ 2 എണ്ണം എടുത്തു വെച്ചിരിക്കുകയാണ്, 2ലും കേൾക്കുന്നുണ്ട്. സാറിന്റെ അത് പിൻ ചെയ്യാൻ പറയും, അപ്പോൾ it will come. They can pin you. അതിവിടെ പിൻ ചെയ്തിട്ടുണ്ട്. അല്ല, the audience, the participants can pin you. ആ പാർട്ടിസിപ്പന്റ് എന്നെ പിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. സംസാരിക്കുന്ന ആളെ കേൾക്കാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ട്, അതാണ് പിൻ ചെയ്യാന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഒരു സെക്കൻഡ്. ഇപ്പൊ ശരിയായിട്ടുണ്ട് അവർക്ക്. കണ്ടിന്യൂ സർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ UN ചെന്നാൽ നമുക്ക് ഒഫീഷ്യലി സംസാരിക്കാം. ഈ ഒഫീഷ്യലി അറബി ഭാഷയിൽ സംസാരിക്കാം എന്ന് തന്നെയല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ചൈനീസ്, ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച്, റഷ്യൻ ഇതൊക്കെ കുത്തക മുതലാളിത്തങ്ങളെ വൻകിട രാഷ്ട്രങ്ങളുടെ ഭാഷയാണ്. ഒരു സാധാരണ ജനങ്ങളുടെ ഭാഷ എന്ന നിലയ്ക്ക്, ഒരു ജനകീയ ഭാഷ എന്ന നിലയ്ക്ക് UN അംഗീകരിച്ചിരിക്കുന്ന ഭാഷ അറബിക്കാണ്. അങ്ങനെ ആ ഒരു അറബിക് ഭാഷ UN ഭയങ്കര എക്കോ ഉണ്ട്. നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആണ്, എനിക്ക് ആ തിരിച്ച് എക്കോ വരുന്നില്ല. സാധാരണ എക്കോ ഉണ്ടാകുമ്പോഴത്തേക്ക് എനിക്കത് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഒരു ജനകീയ ഭാഷ എന്ന നിലയ്ക്ക് അറബി ഭാഷ അംഗീകരിക്കപ്പെട്ടതാണ് UN അങ്ങനെ ഒരു ഭാഷ അംഗീകരിക്കാൻ UN ബാധ്യസ്ഥമായാണ്. കാരണം എന്താണ്? 34 രാഷ്ട്രങ്ങളിൽ, ലോകത്തെ 34 രാഷ്ട്രങ്ങളിൽ ഉപയോഗിക്കുന്ന, അതായത് 34 രാഷ്ട്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷ UN അംഗീകരിക്കാൻ നിർബന്ധിതമാവുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി ഈ അറബി ഭാഷയുടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് നോക്കിയാൽ, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സ്വതന്ത്രമായി ആൽഫബറ്റ് ഇല്ല. അതേസമയം അറബി ഭാഷയ്ക്ക് സ്വന്തമായ ആൽഫബറ്റ് ഉണ്ട്. മാത്രമല്ല മറ്റ് പല ലാംഗ്വേജുകളും അറബി ആൽഫബറ്റ് അക്ഷരമാലയായിട്ട് ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന റോമൻ ലെറ്റേഴ്സാണ്. ഇംഗ്ലീഷിന് സ്വന്തമായിട്ട് ഭാഷയിൽ ലെറ്റേഴ്സ് ഇല്ല. അപ്പോൾ എന്തുകൊണ്ടും ലോകത്ത് വളരെ സമ്പന്നമായ മീൻസ് അതിൻ്റെതായ നിലയ്ക്ക് സമ്പന്നമായ ഒരു ഭാഷയാണ് അറബി ഭാഷ. ഇനി നമ്മളെ എപ്പോഴും വിളിക്കുന്നത്, നമ്മളെല്ലാ ലാംഗ്വേജും ഇടത്തു നിന്ന് വലത്തോട്ടാണ് എഴുതുന്നത്. മലയാളം, ഹിന്ദി ഇതൊക്കെ ഇടത്തു നിന്ന് വലത്തോട്ടാണ്. ഇംഗ്ലീഷ് എല്ലാം, തമിഴ്, ഇന്ത്യൻ ഭാഷകളെല്ലാം എഴുതുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ്. നമ്മളെ കുഴയ്ക്കുന്നത് വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതുക എന്നൊരു കൺസെപ്റ്റാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ അതിലേക്ക് പോയാൽ തന്നെയും വലത്തു നിന്നും ഇടത്തോട്ട് എഴുതുന്ന വേറെയും ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. അറബിക്ക്, അറമിക്ക്, അസരി, ദിവാലി, ദിവേഹി, ഹീബ്രു, കുർദിഷ്, പേർഷ്യൻ, ഫാർസി, ഉറുദു, ഇനി സംസ്കൃതം പോലും ഒരു കാലത്ത് വലത്തു നിന്ന് ഇടത്തോട്ടാണ് എഴുതിയിരുന്നത് കേട്ടോ. അതിൻ്റെ ഹിസ്റ്ററി വേറെ പഠിക്കേണ്ട വിഷയമാണ്. റൈറ്റ്, ലെഫ്റ്റ് ഒരുപാട് ലാംഗ്വേജ് വലത്തു നിന്നും ഇടത്തോട്ട് എഴുതുന്നുണ്ട്. ഇനി അറബിയുടെ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്, നമ്മൾ അലിഫ് എന്ന് പറഞ്ഞല്ലോ, അലിഫ് ബാറ്റ എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നത്.
അപ്പോൾ അലിഫ് ബ ത എന്ന് പറയുന്ന ഫസ്റ്റ് ലെറ്റർ അലിഫ് ഓൺലി വൺ, അതാണ് നമ്മൾ ഒരു ചെറിയൊരു വര, ഓൺലി വൺ സ്ട്രോക്ക്, ഒരു വര ഇടുമ്പോഴത്തേക്ക് എന്തായി ആദ്യത്തെ അക്ഷരമായി. ഇംഗ്ലീഷിൽ ഒരു ഏണി വരയ്ക്കണം, മലയാളത്തിൽ ഒന്ന് അരച്ചു നോക്കിയേ, ഒന്ന് ആ എഴുതി നോക്കിയേ, ബുദ്ധിമുട്ടാണ്. ഹിന്ദിയിൽ ആ എഴുതി നോക്കിയേ, ബുദ്ധിമുട്ടാണ്. മലയാളത്തിൽ ആ എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നവർ എട്ടെടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് മലയാളത്തിൽ ആ എഴുതുക എന്ന് പറയുന്നത്. ആദ്യത്തെ അക്ഷരമായിട്ട് ആ പഠിപ്പിക്കാൻ പറ്റുമോ? ഒരു നമ്മൾ പഠിക്കുന്നതുകൊണ്ട് തറ തറ എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുന്നത്. ആ അല്ല നമ്മൾ ആദ്യം പഠിക്കുന്നത്, അരി പിന്നീടാ പഠിക്കുന്നത് നമ്മൾ. ഓക്കെ, അപ്പോൾ അത്രയും സിമ്പിളാണ് അറബിക് ലാംഗ്വേജ്. നോക്കുക, ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു 12 ഷേപ്പേ നമുക്ക് പഠിക്കാനുള്ളൂ. 12 സിമ്പിൾ ഷേപ്പ്. ആ 12 സിമ്പിൾ ഷേപ്പിൽ ചില ഷേപ്പുകൾ മാത്രമാണ് അകത്തൂടെ കയറി ഇറങ്ങുന്നത്. ബാക്കിയെല്ലാം സിമ്പിൾ ലെറ്റേഴ്സാണ്, സിമ്പിൾ ഷേപ്പുകളാണ്. പിന്നെ റൈറ്റിംഗ് മെത്തേഡ് ക്ലോക്ക് വൈസ് റൈറ്റിംഗ് ആണ്. അത് ഒരുപക്ഷെ പ്രകൃതിപരമായ റൈറ്റിംഗ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ക്ലോക്കിലെ സൂചി കറങ്ങുന്നത് പോലെയാണ് അതിന് മെയിനായിട്ട് 99% വരുന്നത് ഈ ക്ലോക്ക് വൈസ് റൈറ്റിംഗ് ആണ്. ക്ലോക്ക് വൈസ് റൈറ്റിംഗ് ആണ്, അതോടൊപ്പം തന്നെ റൈറ്റ് ടു ലെഫ്റ്റ് ആണത്. ക്ലോക്ക് വൈസ് ആണ്, അതേപോലെ റൈറ്റ് ടു ലെഫ്റ്റ് റൈറ്റിംഗ് ആണ് വരുന്നത്. അതേപോലെ ഓവൽ ഷേപ്പ് റൈറ്റിംഗ് ഉണ്ട്, ഓവൽ ഷേപ്പ് റൈറ്റിംഗ്. പിന്നീട് റൈറ്റ് ടു ലെഫ്റ്റ് ലോങ് റൈറ്റിംഗ്. 3 റൈറ്റിംഗേ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ്, നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾ എന്താണ് ഇന്ന് പഠിച്ചത്, അല്ലെങ്കിൽ അറബി ഭാഷ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, അറബി ഭാഷ എളുപ്പത്തിൽ എങ്ങനെ എഴുതാം, നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കുക. നിങ്ങൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഇത് എഴുതി നോക്കുക. ഇപ്പം ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നു. പഠിപ്പിക്കാൻ പോകുമ്പോഴത്തേക്ക് ഓർമ്മിക്കേണ്ടത് എന്താണ് അറബിക് റൈറ്റിംഗ്? നമ്പർ 1 ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ്. നമ്പർ 2 ഓവൽ ഷേപ്പ് റൈറ്റിംഗ്. ഇപ്പം നമ്മൾ പഠിപ്പിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ടെക്നിക്കൽ പ്രോബ്ലംസിൽ നമ്മൾ ഒരേ സമയം പവർ പോയിന്റും ഷെയർ ചെയ്യണം, അതേപോലെ സ്ക്രീനും ഷെയർ ചെയ്യണം. ബ്ലാക്ക് ബോർഡും നമുക്ക് എന്ത് ചെയ്യണം, ബോർഡ് ഷെയർ ചെയ്യണം. അപ്പോൾ ബോർഡ് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ സൈസ് കുറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 ഷെയറിങ് ഒരുമിച്ച് നടത്താത്തത്. ഓക്കെ, ഓവൽ ഷേപ്പ് റൈറ്റിംഗ് പഠിപ്പിക്കും. പിന്നീട് ചെയ്യാനുള്ളത് റൈറ്റ് ടു ലെഫ്റ്റ് ലോങ് റൈറ്റിംഗ്. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ മെത്തേഡിലുള്ള ഒരു ടീച്ചിങ് അല്ല, ഒരു പുതിയ തരത്തിലുള്ള പുതിയ രീതിയിലുള്ള ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്ക് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ 20 hours കൊണ്ട് ഈ അറബി ഭാഷ നന്നായിട്ട് എഴുതാൻ പഠിക്കുന്നത്. പരമ്പരാഗതമായിട്ട് ഞങ്ങളൊക്കെ പഠിച്ചു വന്ന രീതിയിലാണെങ്കിൽ കുറേ നാൾ, 1 കൊല്ലം എന്തായാലും പഠിക്കണം അറബി ഭാഷ പഠിക്കുന്നത്, എഴുത്ത് പഠിക്കുന്നത്. സെക്കൻഡ് ഇയറിലാണ് ലാംഗ്വേജ് പഠിപ്പിക്കുക. ഒന്നാമത്തെ തറ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. തറ പറയൊക്കെ ഉണ്ട്, അത് അറബിയിലൊക്കെ അങ്ങനെ പഠിപ്പിച്ചത്. എനിവേ, ആ ഈ ഉ നാനി നു ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചത് നമ്മൾ ഉണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് പഠിക്കാനുള്ള സിസ്റ്റമാണ് നമ്മൾ. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ 3 ടൈപ്പ് റൈറ്റിംഗ്. 1 ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ്, 2 ഓവൽ ഷേപ്പ് റൈറ്റിംഗ്, 3 റൈറ്റ് ടു ലെഫ്റ്റ് ലോങ് റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റൈറ്റിങ്ങിലെ പ്രാക്ടീസിലേക്ക് പോവുകയാണ്. ഈ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് അടുത്ത സ്ക്രീനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലിങ്ക് അയച്ചു തന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു ലൈനുള്ള പേപ്പർ അല്ലെങ്കിൽ 4 ലൈനുള്ള 4 വരെയുള്ള നോട്ട്ബുക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. 4 വരെയുള്ള നോട്ട്ബുക്ക് ആർക്കൊക്കെ ഉണ്ട്? അതേപോലെ പെൻസിൽ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പെൻസിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. പെൻസിൽ, അതേപോലെ ഹൈലൈറ്റർ, മൾട്ടി കളർ പെൻ കേട്ടോ. മൾട്ടി കളർ പെൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പേടിച്ചുകൊണ്ട. ഞാനൊരു മൾട്ടി കളർ പെൻ വാങ്ങിച്ചത് 25 രൂപയ്ക്കാണ്. അപ്പോൾ മൾട്ടി കളർ പെൻ, ഹൈലൈറ്റർ, ഒരു ഹൈലൈറ്ററിന് 25 രൂപയാണ്.
പിന്നെ 10-20 രൂപ കൊടുത്ത് പല നിറത്തിലുള്ള പെൻ എപ്പോഴും എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ. ഓക്കെ, അത് നിങ്ങൾ യൂസ് ചെയ്യണം. ഞാൻ അത് വേറെ കളറിലാണ് എന്ന് ഞാൻ പറയില്ല. അത് എന്താണ്, ഓരോ മനുഷ്യൻ്റെ മനഃശാസ്ത്രം അനുസരിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. നിങ്ങൾക്ക് തോന്നി ഇത് വേറൊരു കളറിൽ എഴുതേണ്ടതാണ്, അല്ലെങ്കിൽ മാഷ് പറഞ്ഞു ഇത് ഉടനെ ഇത് ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ്. മാഷ് പറയില്ല ഹൈലൈറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് തോന്നി മാഷ് പറഞ്ഞു ഇതിനെന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നി, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് ഹൈലൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കളറിലാണ് നിങ്ങളിത് പഠിച്ചത് എന്ന് നിങ്ങളുടെ മനസ്സിൽ അവിടെ തന്നെ ഉണ്ടാവും. ഈ ഷേപ്പിലാണ് പഠിച്ചത്, ഈ സന്ദർഭത്തിലാണ് പഠിച്ചത്, ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ റമദാൻ എന്ന് പറയുന്നത് ടോട്ടലി മുസ്ലിംസ് വളരെ റെസ്പെക്ട് ചെയ്യുന്ന, ഖുർആൻ പഠിക്കാനുള്ള സന്ദർഭം, അല്ലെങ്കിൽ അറിവ് പഠിക്കാനുള്ള സന്ദർഭം, ഇതൊക്കെ വളരെ ഒരു ആവേശകരമായ സംഗതികൾ ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റമദാനിൽ തന്നെ ഇത് തുടങ്ങാൻ കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, പഠനോപകരണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ കൂടെ പൈസ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ അത് അണ്ടർ പ്രിൻറ്റിങ്ങിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടിയ സമയത്ത് ഇത് പ്രിൻ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രിൻ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റായിട്ട് തരുമ്പോൾ ഒരു സമഗ്രമായ സാധനമായിരിക്കും. സമഗ്രമാണ്. അപ്പോൾ അതിൽ ചെറിയൊരു ആർട്ട് വർക്ക് താഴെ ചെയ്യാനുണ്ട്. ആർട്ട് വർക്ക് അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല, അത് നമ്മൾ ഡിസൈൻ വർക്കിൽ തന്നെ ചെയ്യണം. അപ്പോൾ അറബി, ഇംഗ്ലീഷ് ഇതൊക്കെ മിക്സഡ് ലാംഗ്വേജ് ചെയ്യുന്ന ആൾക്കാർ അത് ചെയ്ത് തരണം. അപ്പം അതിൻ്റെ അവിടെ താമസമാണ് എടുക്കുന്നത്. അത് കിട്ടിയാൽ നിങ്ങൾക്ക് എന്തായാലും അത് കൊറിയർ അല്ലെങ്കിൽ പോസ്റ്റ് അയച്ചു തരും. നിങ്ങളുടെ ലോക്കൽ അഡ്രസ് ആയിരിക്കണം അയക്കുക. അതുവരെ നമ്മൾ ഈ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇതിൻ്റെ PDF ഷെയർ ചെയ്യും, നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയുള്ള. അപ്പോൾ ഈ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് ഞാൻ വേറെ സ്ക്രീൻ ഓൺ ചെയ്യുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ നോട്ട്ബുക്ക് എടുത്തു. നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റിൽ നമ്മൾ എഴുതേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞുണ്ടല്ലോ, എന്താ പറഞ്ഞത്? ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ്. അപ്പം നമ്മൾ ആദ്യം എല്ലാവരും എന്ത് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിതിലേക്ക് കൊണ്ടുവന്നെത്തിച്ച ഏറ്റവും ഉന്നതനായ ദൈവം തമ്പുരാൻ്റെ, പടച്ചമ്പുരാൻ്റെ പേരിലാണ് നമ്മൾ എഴുതാൻ ആരംഭിക്കുന്നത്. ഈ പടച്ചമ്പുരാൻ്റെ പേരെന്ന് പറയുന്നതാണ് ബിസ്മില്ല എന്ന് നമ്മൾ പറയുന്നത്. നമ്മളെന്തായാലും അറിവ് പഠിക്കാൻ പോവുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ വഴിയില്ല. അപ്പോൾ ഇനി നമ്മൾ ബിസ്മില്ല എന്ന് പറഞ്ഞ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് അള്ളാഹു എന്ന വാക്ക് അറബികൾ, അതായത് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഫൈനൽ പ്രൊഫറ്റ് ആഗതനായത് മക്കയിലാണല്ലോ. അപ്പോൾ മക്കയിൽ ആഗതനാകുമ്പോൾ മുഹമ്മദ് നബി ഫൈനൽ പ്രൊഫറ്റ് ഈ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൈവിക വചനങ്ങളെയൊക്കെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ അബ്ദുള്ളമാരുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ദാസന്മാരെന്ന, ദേവദാസ് എന്ന് മലയാളത്തിൽ പറയുന്ന പോലെയുള്ള അബ്ദുള്ളമാരുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹു എന്ന വാക്കിൽ അവർ നേരത്തെ തന്നെ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തത് ബിസ്മില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ആരംഭിക്കേണ്ടത് എന്നാണ്. അപ്പം അതാണ് ഞാനും പറഞ്ഞത്, നമ്മൾ ദൈവനാമത്തിൽ, പടച്ചമ്പുരാൻ്റെ നാമത്തിൽ നമ്മൾ ആരംഭിക്കുന്നു. നോട്ട്ബുക്കിൽ നമ്മൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേജ് നിറച്ച് ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ് ആണ് ചെയ്യാനുള്ളത്. അത് ഞാൻ എങ്ങനെയാണ് എഴുതുന്നത് നിങ്ങൾ നോക്കുക. അതനുസരിച്ച് എന്ത് ചെയ്യണം? അതേപോലെ നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഒരു പേജ് ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ് ആണ് എഴുതേണ്ടത്. നിങ്ങൾ നോട്ട്ബുക്ക് എടുത്താൽ ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ക്ലോക്കിൻ്റെ 12 നിന്നാണ് തുടങ്ങേണ്ടത്. 12 മുതൽ തുടങ്ങിയിട്ട് എങ്ങോട്ട് പോകണം? 3 പോകണം, പിന്നെ 6 വരണം, പിന്നെ 9 വരണം. നോക്കാം. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ 3 വരെയും കൂടെ ഒരുമിച്ച് വരയ്ക്കുകയാണ്. നമ്മൾ ഇപ്പം വടക്കൻ കേരളത്തിലൊക്കെ 3 ലൈൻ ബുക്ക് കിട്ടും, 3 വരെയുള്ള ബുക്ക് കിട്ടും. കാരണം അവിടെ അറബി കൂടുതൽ പഠിക്കുന്നുണ്ട്, കൂടുതൽ കുട്ടികൾ അറബി പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 3 വരെയുള്ള ലൈൻ ഇത് കിട്ടും, നോട്ട്ബുക്ക് കിട്ടും.
നിങ്ങൾക്ക് 3 വരെയുള്ള നോട്ട്ബുക്ക് വാങ്ങിക്കാം, അതല്ലെങ്കിൽ 4 വരെയുള്ള നോട്ട്ബുക്കും നിങ്ങൾക്ക് വാങ്ങിക്കാം. 4 ലൈൻ ബുക്ക് വാങ്ങിയിട്ട് അതിൽ നിന്ന് വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതേണ്ടത്. വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നോട്ട്ബുക്ക് എടുത്ത്, സാധാരണ നോട്ട്ബുക്ക് നമുക്ക് നേരെ കിട്ടിയാൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ തുറക്കുക. അപ്പോൾ ഇംഗ്ലീഷ് റൈറ്റിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ അറബി റൈറ്റിംഗ് അല്ലെങ്കിൽ എന്തായിരിക്കും വരിക? നമ്മൾ നേരെ ബുക്ക് വെച്ചിട്ട് ഈ വലത്തെ കൈ കൊണ്ട് ഇതിനെ ഇടത്തോട്ട് മറിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതിനെന്ത് ചെയ്യുക? ആ നോട്ട്ബുക്കിനെ ഇങ്ങനെയായിരിക്കും നോട്ട്ബുക്ക് ഉണ്ടാവുക. അതിനെന്ത് ചെയ്യുക? നേരെ തിരിച്ച് മറിക്കുക. നേരെ ഇതിൻ്റെ താഴ്ഭാഗം മുകളിലേക്ക് മറിച്ച് കൊണ്ടുവരിക. അപ്പം എന്തായി? അതിൻ്റെ ബാക്ക് സൈഡ് ആയി. എന്നിട്ട് എന്ത് ചെയ്യുക? കറക്കുക. ഒരു കറക്കുക. എന്നിട്ട് ഇടത്ത് നിന്നും നോട്ട്ബുക്ക് ഇടത്ത് നിന്നും വലത്തോട്ടാണ് മറിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ മാർജിനുള്ള നോട്ട്ബുക്കാണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ ആ മാർജിൻ എവിടെ ഉണ്ടാവും? മാർജിൻ ഇടത് സൈഡിലായിരിക്കും ഉണ്ടാവുക. നേരത്തെ നിങ്ങൾ ആദ്യം നോർമൽ നോട്ട്ബുക്ക് എടുക്കുമ്പോൾ ഇടത് സൈഡിലാണ് മാർജിൻ ഉള്ളത്. നമ്മൾ എഴുതാൻ പോണത് എവിടെ നിന്നാണ്? വലത്ത് നിന്ന് ഇടത്തോട്ടാണ്. അപ്പോൾ നോട്ട്ബുക്ക് നേരെ തിരിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? വലത്ത് നിന്നും ഇടത്ത് നിന്നും വലത്തോട്ടാണ് നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് എഴുതാൻ ആരംഭിക്കുന്നു. ഞാൻ നേരത്തെ കറക്കാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നേരെ തിരിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് ടോപ്പ് മാർജിൻ കുറവായിരിക്കും. അപ്പോൾ അത് കറക്കി വയ്ക്കുമ്പോഴത്തേക്ക് ടോപ്പ് മാർജിൻ കൂടുതൽ വരും. അതിനാണ് ഞാൻ കറക്കി വയ്ക്കാൻ പറഞ്ഞത്. എന്തായിരുന്നാലും നോട്ട്ബുക്ക് എടുത്താൽ നേരെ തിരിച്ച് ബാക്ക് സൈഡിൽ നിന്ന് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് ഇടത്ത് നിന്നും വലത്തോട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ. ഇടത്ത് നിന്ന് വലത്തോട്ട് ഓപ്പൺ ചെയ്യുന്നു. ഫസ്റ്റ് പേജ് ഒഴിവാക്കുന്നു. സെക്കൻഡ് പേജിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് പേജ് മീൻസ് ഫസ്റ്റ് പേപ്പർ ഒഴിവാക്കുന്നു. നിങ്ങളുടെ പേരും ഇൻഫർമേഷനൊക്കെ എഴുതാനുള്ള ഫസ്റ്റ് പേജ് ഒഴിവാക്കുന്നു. അതായത് നിങ്ങളുടെ ഹിസ്റ്ററി മാറ്റിമറിച്ച ഒരു സംഭവമാണിത്. ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റാണ്. നിങ്ങൾ ലോകത്തെ 34 രാഷ്ട്രങ്ങളിൽ സംസാരിക്കുന്ന ഭാഷ, അതേപോലെ ലോകത്തെ എക്കണോമിക് സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഭാഷ, അതേപോലെ ലോകത്തെ പൊളിറ്റിക്കൽ ലാംഗ്വേജ്, ലോകത്തിൻ്റെ ഗതി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങളാണെന്നാണ് ഇന്ന് പറയുന്നത്. കാരണം എപ്പോഴും എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അറബ് നാടുകളിലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കൽ ലാംഗ്വേജാണ്. അതേപോലെ മിഡിൽ ഈസ്റ്റിലാണ് സമ്പത്ത് കുന്നുകൂടി കിടക്കുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നതാണ് കേട്ടോ, ഞാൻ പറയുന്നതല്ല. എനിക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. കാരണം ഇന്ത്യയിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സ് ശരിയായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയോ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ അത്രത്തോളം സ്രോതസ്സുകൾ ഉണ്ടാകാത്തത്. എനിവേ, അപ്പോൾ ആ ഒരു ഭാഷ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? പഠിക്കാൻ പോകുന്നത് എന്താണ്? ഒരു ചരിത്ര സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 1-ാം പേജിൽ അത് എഴുതി വയ്ക്കുക. ആ ചരിത്ര സംഭവം, ചരിത്ര മുഹൂർത്തവും 7:15 ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞു. 7:26 ക്ലാസ് ആരംഭിച്ചത്. അതിന് എക്സ്ക്യൂസൊക്കെ പറഞ്ഞ കാര്യവും വേണമെങ്കിൽ അവിടെ എഴുതി വയ്ക്കാം. അപ്പോൾ ആ സമയം കുറിച്ച് വയ്ക്കേണ്ട സംഭവമാണ്. ആ പേജ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? നോട്ട്ബുക്കിൻ്റെ 3-ാം പേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഷീറ്റ് കളഞ്ഞതിന് ശേഷം അടുത്ത ഷീറ്റിൽ നമ്മൾ എഴുതുന്നു. മുകളിൽ 12 തുടങ്ങുന്നു. 12 തുടങ്ങിയാൽ എന്ത് ചെയ്യുന്നു? 3-ലേക്ക് പോയി അതിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന് 9-1 വീണ്ടും 12-ൻ്റെ അടുത്തെത്തിയിട്ട് എന്ത് ചെയ്യണം? അടുത്തെത്തിയിട്ട് അല്പം അകത്തേക്ക് കറക്കണം. അല്പം അകത്തേക്ക് കറക്കിയിട്ട് പിന്നെ 6-ലാണ് തിരിച്ച് ഇറങ്ങേണ്ടത് കേട്ടോ. 6-ലാണ് തിരിച്ചു വന്നിറങ്ങേണ്ടത്. ഇങ്ങനൊന്ന് വരച്ചു നോക്കി നിങ്ങൾ നോട്ട്ബുക്കിൽ. ഒന്നുകൂടെ വരയ്ക്കാം ഞാൻ. ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, ഇനി ആ വരിയിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നത് ഇതേപോലെയാണ് പൂർത്തിയാക്കാവുന്നത്. ആ വരിയിൽ ബാക്കി സ്ഥലം ഉണ്ടെങ്കിൽ ഇതേപോലെ പൂർത്തിയാക്കുക. നിങ്ങൾ നോക്കുമ്പോൾ രാ തിരിച്ചിട്ട മാതിരി തോന്നും.
അല്ലെങ്കിൽ യ തിരിച്ചിട്ട മാതിരി തോന്നും. യ ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതേസമയം ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. യ എഴുതിയിട്ട് വലത്തോട്ടാണ് നമ്മൾ, ഇടത്തുനിന്ന് എഴുതിയിട്ട് വലത്തോട്ടാണ് തിരിക്കുന്നത്. പക്ഷേ ഇതെന്ത് ചെയ്യുന്നു, ഇത് വലത്തുനിന്ന് കറക്കി വീണ്ടും അകത്ത് കൊണ്ടുവന്ന് വീണ്ടും ഇടത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇനി അടുത്ത ലൈനിൽ ഇപ്പം എനിക്കിവിടെ അൺഡു ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അൺഡു ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത ലൈനിൽ എന്താ ചെയ്യേണ്ടത്, അടുത്ത ലൈനിൽ ചെയ്യേണ്ടത് കൈ എടുക്കാതെ തന്നെ ഒരു ലൈനിൽ പൂർണ്ണമായിട്ട് എഴുതണം. കൈ എടുക്കാതെ എഴുതണം. അകത്തേക്ക് കൊണ്ടുപോയി വെളിയിൽ കൊണ്ടുവന്നു, അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ കൊണ്ടുവന്നു. പിന്നെ അല്പം നീട്ടിയെടുക്കണം കേട്ടോ, അല്പം വെളിയിലേക്ക് നീട്ടിയെടുത്തിട്ട് വീണ്ടും അകത്തോട്ട് കൊണ്ടുപോയി പിന്നെ എന്ത് ചെയ്യുക, അതിനകത്തൂടെ കൊണ്ടുവരിക. ഓക്കെ, ഒന്നുകൂടെ നോക്കുക. ഈ ലെറ്റർ നമ്മൾ ഇപ്പോഴെങ്കിലും പഠിക്കില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഇത് പഠിക്കുള്ളൂ. നമ്മളെ കോഴ്സിൻ്റെ ഏതാണ്ട് പകുതി കഴിഞ്ഞിട്ട് ഈ ലെറ്റർ പഠിക്കുള്ളൂ. പക്ഷേ നിങ്ങൾ ഈ ലെറ്റർ ഏതാണ് അത് പറയില്ല, ഈ ലെറ്റർ ഏതാണെന്ന്. ഇതെല്ലാം ട്രിക്കാണ്, ലാസ്റ്റിലേ പറഞ്ഞിട്ടുള്ളൂ കേട്ടാ. ഇത് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളെ കൈ അതുമായി യൂസ്ഡ് ആയി വരണം. ഇങ്ങനെ ഒരു ലെറ്റർ ഉണ്ട് കേട്ടാ, ഇങ്ങനെ ഒരു ലെറ്റർ ഉണ്ട്. ആ ഇപ്പം ചെയ്യുന്നത് നമ്മൾ കൈ വലത്തു നിന്ന് ഇടത്തോട്ട് ഇതേ രീതിയിൽ കറങ്ങി വരണം. ഇത് അവിടെ എഴുതി വയ്ക്കുക, 1 പേജ് ഹോംവർക്ക്. 1 പേജ് ഹോംവർക്ക് ഇപ്പം ചെയ്ത ട്രയൽ പേജ് കൂടാതെ 1 പേജ് ഹോംവർക്ക്. ഒരു പേജ് എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് എഴുതണം. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് യെസ് സൗണ്ട് കുറവാ. സൗണ്ട് മോളെ ഫോണിൽ സൗണ്ട് കൂട്ടി വയ്ക്ക്. കൂട്ടിയിട്ടുള്ളത് പക്ഷെ ഇവിടെ പ്രശ്നമൊന്നുമില്ല, ക്ലിയറാ. ഇയാളെ ഹെഡ്ഫോൺ ഉപയോഗിക്കെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിച്ച് നോക്ക്. അതെ, ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. കേൾക്കുന്നവർ ക്ലിയർ അല്ലാത്തവർ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൈ എടുക്കാതെ 3 ലൈനിലും ചേർത്ത് കൊണ്ടാണ് എഴുതാൻ ഞാൻ പറഞ്ഞത്. കൈയെടുക്കാതെ എഴുതുക. കൈയെടുക്കാതെ അങ്ങറ്റം മുതൽ വലത്തെ അറ്റം മുതൽ ഇടത്തെ അറ്റം വരെ കൈ എടുക്കാതെ എഴുതുക. അടുത്ത ലൈനിൽ വീണ്ടും കൈ എടുത്ത് എഴുതുക. ഓക്കെ, ഇതിൽ 2 റൈറ്റിംഗ് ആണ്. നമ്മൾ സാധാരണ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് 1 ലെറ്റർ സിംഗിൾ ലെറ്റർ ഇൻഡിപെൻഡൻറ്റ് ലെറ്റേഴ്സ് സെപ്പറേറ്റ് പഠിപ്പിച്ചതിന് ശേഷം ജോയിനിങ് ലെറ്റേഴ്സ് പഠിപ്പിക്കുക. അത് ഡബിൾ വർക്കാണ്. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ലേണിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് 21st സെഞ്ച്വറിയിലെ ലേണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പഠിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഇന്ന് നമ്മളെന്ത് പറഞ്ഞു, ഓവൽ ഷേപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു. ആദ്യം ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ് എന്ന് പറഞ്ഞു, രണ്ടാമത് ഓവൽ ഷേപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഓവൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്ക് മൂന്നാമത്തെ ലൈനിൻ്റെ താഴത്തു നിന്നാണ് തുടങ്ങേണ്ടത്. മൂന്നാമത്തെ ലൈനിൻ്റെ താഴത്തു നിന്ന് തുടങ്ങിയിട്ട് രണ്ടാമത്തെ ലൈനിൻ്റെ പുറത്ത് നിൽക്കണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു ഓവൽ. അത് കഴിഞ്ഞിട്ട് ഈ മൂന്നാമത്തെ ലൈനിൽ കൂടെ തന്നെ നേരെ വരണം. ഞാൻ നിങ്ങളെ ഫേസ് ചെയ്യുകയും സ്ക്രീനിൽ ഞാൻ എഴുതുന്ന സ്ക്രീനിൽ നോക്കുകയും ചെയ്യുമ്പോഴത്തേക്കാണ് കറക്റ്റ് ശരിയാകാത്തത്. കാരണം ഞാൻ എഴുതുന്ന വേറൊരു ഡിവൈസിലാണ്. എല്ലാം കാര്യം നടക്കണമല്ലോ. ഓക്കെ, ഇപ്പം എന്തായി, ഒരു ഓവലായി. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ ഒരു ഓവൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക.
ഫസ്റ്റ് ഒരു ലൈനിൽ നെക്സ്റ്റ് പേജിലാണ് കേട്ടോ, നെക്സ്റ്റ് പേജിൽ, അല്ലെങ്കിൽ 1-2 പേജ് വിട്ടിട്ട് എഴുതിയാലും കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എഴുതിയത് ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിംഗ്, ആ ഈ ട്രയൽ ചെയ്ത പേജ് കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ ഒരു പേജ് കൂടെ എഴുതണം. അപ്പോൾ 2 പേജായി. ആ 2 പേജ് വിട്ടിട്ട് അടുത്ത പേജിലാണ് ഇത് ട്രയൽ ചെയ്യുന്നത്. ഇത് ട്രയൽ ചെയ്യുമ്പോൾ ആദ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. കണ്ടോ? ഈ പഠിക്കുന്ന സമയത്ത് ഇച്ചിരി മുകളിലോട്ടായാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഈ ലൈൻ ഉണ്ട് എന്ന വിവരം വേണം അവിടെ. ആദ്യം നമ്മൾ വളയത്തിലൂടെ ചാടുകയാണ്, പിന്നെ വളയമില്ലാതെ ചാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 ലൈനാണ് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത്. മുകളിലത്തെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ് നമ്മൾ, വരും, അതിൻ്റെ കാര്യം വരും. അപ്പോൾ ഇങ്ങനെ എഴുതി ഓവൽ ഷേപ്പ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓവലാണ്. ഈ ഓവൽ ഷേപ്പ് ഉപയോഗിക്കുന്ന കുറേ ലെറ്റേഴ്സ് ഉണ്ട്. ചുരുങ്ങിയത് 4 അക്ഷരങ്ങളും ഓവൽ ഷേപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ 4 അക്ഷരം അഡ്വാൻസ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുകയാണ് ഈ ഓവൽ ഷേപ്പ് റൈറ്റിങ്ങിലൂടെ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഈ ഓവൽ ഷേപ്പ് കണ്ടിന്യൂസ് ആയിട്ട് റൈറ്റ് ചെയ്യണം. കൈയെടുക്കരുത്, കൈയെടുക്കാതെ എഴുതണം. അതെങ്ങനെയാണ്? ഒരു ഓവൽ ഷേപ്പ് വരച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു വാല് കൊടുക്കണം. കുറച്ച് നീളത്തിൽ കൊടുത്തോ വാല്, അല്പം നീണ്ടു വന്നാലും കുഴപ്പമില്ല, കുറച്ച് നീളത്തിൽ. കൈയെടുക്കാതെ നീണ്ടു വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഷേപ്പ് വരയ്ക്കുക. ഓക്കെ, ഓക്കെ. ഇതിനെന്ത് ചെയ്യണം? താഴെ വരെ വരയ്ക്കണം. അപ്പം നിങ്ങൾ ട്രയൽ ചെയ്ത ഈ പേജും പിന്നെ ഒരു പേജ് ഇത് ഹോംവർക്ക് എഴുതാനുള്ള പേജും വിട്ടിട്ട് അടുത്ത പേജിൽ അടുത്ത് എഴുതണം. ഇത് മനസ്സിലാകത്തുണ്ടെങ്കിൽ ചോദിക്കണം, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരു ഓവൽ, ആദ്യത്തെ ഓവൽ കഴിഞ്ഞിട്ട് 3ാമത്തെ ലൈനിൽ തന്നെ അല്പം ലെങ്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്താൽ മതി, ഷോർട്ട് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആണെന്ന് വിചാരിച്ചാൽ മതി. ഷോർട്ട് ഹാൻഡ് ഇപ്പം നമ്മൾ ഒരു വേറൊരു ലാംഗ്വേജാണ് പഠിക്കുന്നത്, ഒരു ഭാഷയുമായിട്ടും ബന്ധമില്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് വര മാത്രമാണ് പഠിക്കുന്നത്. അതേപോലെ നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇവർ ഓവൽ വരച്ചു, ലെങ്ത് കൊടുത്തു, അതിൻ്റെ പുറത്തൂടെ വേറെ അടുത്ത് വരച്ചു. അപ്പോൾ സംഭവം ഓവലിൻ്റെ രൂപത്തിൽ വേണം അവിടെ. ഓക്കെ, അങ്ങനെ പോട്ടെ. വര ഇപ്പം എനിക്ക് കൃത്യമായിട്ട് വര ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ എന്ത് ചെയ്യാണ്? കൈകൊണ്ട് വരയ്ക്കുകയാണ്, ടച്ച് സ്ക്രീനിൽ കൈകൊണ്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പെന്നൊക്കെ വാങ്ങി വരുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് കുറച്ചുകൂടെ കറക്റ്റായിട്ട് വരും. നിങ്ങൾ പെന്നോ പെൻസിലോ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, എഴുതുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ നമ്പർ 2 ഓവൽ ഷേപ്പ് കണ്ടിന്യൂസ് റൈറ്റിംഗ്. ഓവൽ ഷേപ്പ് കണ്ടിന്യൂസ് റൈറ്റിംഗ്. ആദ്യത്തെ എന്താണ്? ക്ലോക്ക് വൈസ് റൗണ്ട് / കണ്ടിന്യൂസ് റൈറ്റിംഗ്. ആദ്യത്തെ റൈറ്റിംഗ് അവിടെ എഴുതി വെച്ചോളുക. ക്ലോക്ക് വൈസ് റൗണ്ട് - കണ്ടിന്യൂസ് റൈറ്റിംഗ്. അപ്പോൾ റൗണ്ട് ആൻഡ് കണ്ടിന്യൂസ് റൈറ്റിംഗ്. കൈ എടുക്കാതെ എഴുതുന്നതിനാണ് ഞാൻ കണ്ടിന്യൂസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് അങ്ങനെ റൗണ്ടാണ്, റൗണ്ട് റൈറ്റിംഗ്. ഒരു അക്ഷരം കഴിഞ്ഞിട്ട് കൈ എടുക്കുന്നില്ല, കൈ എടുക്കാതെ കണ്ടിന്യൂസ് റൈറ്റിംഗ്. നമ്പർ 2 ഓവൽ ഷേപ്പ് കണ്ടിന്യൂസ് റൈറ്റിംഗ്. ക്ലിയർ ആണല്ലോ? നമ്പർ 3 which is very easy, and that is from there we are starting the language. Okay, എന്താണത്? തോണി വരയ്ക്കാൻ അറിയാലോ? തോണി, ബോട്ട്, എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. അപ്പോൾ അത് ചെയ്യേണ്ടത് 3ാമത്തെ ലൈനിലാണ്. 3ാമത്തെ ലൈനിലാണ്. പക്ഷേ ഈ 3ാമത്തെ ലൈനിൻ്റെ മധ്യത്താണ് ഇത് നിൽക്കേണ്ടത്. 3ാമത്തെ ലൈനിൻ്റെ മധ്യത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡ് ഉണ്ടല്ലോ, തോണിയുടെ 2 എൻഡില്ലേ, ഈ തോണിയുടെ 2 എൻഡും എവിടെ ചെന്ന് മുട്ടരുത്? സെക്കൻഡ് ലൈനിൽ മുട്ടരുത്. സെക്കൻഡ് ലൈന് മുട്ടരുത്, അതിൻ്റെ മിഡിലിൽ നിൽക്കാവും. അല്ല, ഇപ്പം ഞാൻ വരയ്ക്കുമ്പോൾ കുറച്ചൊക്കെ മുകളിലേക്ക് പോകും, നമ്മൾ സ്ക്രീനിൽ വരയ്ക്കുന്നുകൊണ്ടാണ്.
ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് ഒരു ബോട്ട്. അപ്പോൾ അറബിയിൽ ഒരുപാട് ബോട്ടുകളുണ്ട്. ലോട്ട് ഓഫ് ബോട്ട്സ് ആർ ദെയർ. ഓക്കെ, ഈ ബോട്ടുകളുടെ ഒരു സമാഹാരമാണ്. കുറേ ലെറ്റേഴ്സ് ഈ ബോട്ടാണ്. തോണിക്കാർ, ഒരു തോണി വേണമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു തോണി വേണം. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നതിന് ഒരു തോണിയാണ്. ഇവിടെയുള്ള ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കുക, അവിടെയുള്ള ഇൻഫർമേഷൻ ഇങ്ങോട്ട് എടുക്കുക. അതാണ്. ബൈ ദ വേ, ഒരു ലേണിംഗ് ന്യൂ ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കുന്നതാണ്. കീപ്പ് ഓൺ ലേണിംഗ് ന്യൂ ലാംഗ്വേജസ് എന്നാണ്. അതായത് നമ്മുടെ ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി, മെമ്മറി ഇതൊക്കെ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ കീപ്പ് ഓൺ ലേണിംഗ് ന്യൂ ലാംഗ്വേജസ്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഭാഷ നമുക്ക് പഠിക്കാം. മലയാളികൾക്ക് തമിഴ് പഠിക്കാം, തൊട്ടടുത്ത നെബറിങ് ലാംഗ്വേജായ കന്നഡ പഠിക്കാം, അതേപോലെ തെലുങ്ക് പഠിക്കാം. ഇതൊക്കെ നമ്മുടെ അടുത്ത് കിടക്കുന്ന ലാംഗ്വേജാണ്. അതേപോലെ ഹിന്ദി അനിവാര്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം, നമ്മുടെ നാഷണൽ ലാംഗ്വേജാണ്. അപ്പം അതേപോലെ സംസ്കൃതം പഠിക്കാം, മറ്റേത് ഭാഷയും നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. പുതിയ ഭാഷ പഠിക്കുക എന്നത്, ഇപ്പോൾ യൂറോപ്യൻസ് ആണെങ്കിൽ അവർ പുതിയ ഭാഷ പഠിക്കാമെന്ന്, യൂറോപ്പിൽ ഒരുപാട് ഭാഷകളുണ്ട്. ആ ഭാഷകളൊക്കെ അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇന്ത്യയിലും അതേപോലെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഇന്ത്യൻ ലാംഗ്വേജ്. മറ്റൊരു ലാംഗ്വേജ്, ഇന്ത്യയുടെ പുറത്തുള്ള ലാംഗ്വേജ് പഠിക്കുന്നു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തെ ഏറ്റവും അധികം ആൾക്കാർ സംസാരിക്കുന്നതിൽ 4-മത്തെയോ 5-മത്തെയോ ലാംഗ്വേജ്, ഒരു പക്ഷേ 3-ാം സ്ഥാനം വരാനും സാധ്യതയുണ്ട് അറബിക്കിന്. ആക്ച്വൽ കണക്ക് നോക്കിയാൽ, ആക്ച്വൽ കണക്ക് ലഭ്യമല്ല. ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ ഒരുപാട് പേര് അറബി പഠിക്കുന്നുണ്ട്. അവർ അവരുടേതായ സ്ഥാപനങ്ങൾ അറബി ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ അറബി ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു കണക്കിലും അത് എവിടെയും വരുന്നില്ല. അതൊരു മദർ ടങ് ആയിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വരുമ്പോൾ മാത്രമേ അതിനൊരു കൗണ്ടിങ് വരുന്നുള്ളൂ. അതേപോലെ മലേഷ്യയിലും ഇന്തോനേഷ്യയിലും പല രാഷ്ട്രങ്ങളിലും ഒക്കെ അറബി ഭാഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പാകിസ്ഥാനിലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പല നാടുകളിലും, അറബ് നാടുകളല്ലാത്ത നാടുകളിൽ അതൊന്നും ഒരു കണക്കിലും വരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ 3-മത്തെ അല്ലെങ്കിൽ 4-മത്തെ ലാംഗ്വേജ് ആയിട്ട് വരും. ഫ്രഞ്ച് 3-മത്തെ ലാംഗ്വേജോ 4-മത്തെ ലാംഗ്വേജ് ആയിട്ട് വരുന്നതായിട്ട് കണക്കുകളുണ്ട്. ഈ കണക്കുകൾ എത്രത്തോളം കൃത്യമായിക്കോണമെന്നൊന്നുമില്ല. എന്തായിരുന്നാലും അറബി ഭാഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നമ്മൾ എഴുതാൻ പോകുന്നത് തോണി, ബോട്ട്സ്. ഇനി നമ്മൾ ഒരു ബോട്ട് വരച്ചല്ലോ. ഒരു ബോട്ട് വരച്ച്, ഈ ബോട്ട് വരച്ചിട്ട് കൈ എടുക്കാതെ അടുത്ത ബോട്ട് വരയ്ക്കണം. അവിടെയാണ് അറബി ഭാഷയുടെ സ്റ്റാർട്ടിങ്, ബിഗിനിങ് ഓഫ് ദ അറബിക് ലാംഗ്വേജ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ 2-മത്തെയും 3-മത്തെയും ലൈനിൻ്റെ മധ്യത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു തോണി അവിടെ കൊണ്ട് വയ്ക്കുന്നു. അപ്പോൾ ഒരു തോണി അവിടെ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഈ ജോയിൻ ചെയ്യാൻ ഭാഗത്തിനെ എന്താക്കാവൂ, അതിൻ്റെ എൻഡ് ഉയർത്താവൂ. അവിടെ ജോയിൻ ചെയ്ത് തന്നെ അടുത്തത് വരയ്ക്കുക. കൈ എടുക്കാതെ തന്നെ അടുത്ത് വരയ്ക്കുക. ഇത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഞാൻ കൈ കൊണ്ട് വരയ്ക്കുന്നുണ്ട്. ഇനി കാണാൻ പറ്റില്ല എത്ര തിക്നെസ് ഉള്ളതാണെന്ന്. ഒന്നുകൂടെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് വലത്തുനിന്ന് ഇടത്തോട്ട് നിങ്ങളുടെ ലൈനിൽ എത്ര സ്ഥലമുണ്ടോ അത്രയും വരയ്ക്കുക. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് പേര് പറഞ്ഞു? റൈറ്റ് ടു ലെഫ്റ്റ് ലോങ് റൈറ്റിംഗ്. ഇത്രയും നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യണം, മൈൻഡിൽ നിന്ന് വരയ്ക്കണം. ഓക്കെ, മസ്റ്റായിട്ട് വരയ്ക്കണം. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇന്ന് ശനിയാഴ്ചയാണ് അടുത്ത ക്ലാസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിനകം നമ്മൾ ഇനി പഠിപ്പിക്കാൻ പോകുന്ന കുറച്ച് വാക്കുകൾ പഠിക്കാൻ പോകണം. ആ വാക്കുകളും ഈ പറഞ്ഞ 3 പേജ്, ട്രയൽ പേജ് ഒഴിച്ച് 3 ഫ്രഷ് ആയിട്ടുള്ള പേജ്. ട്രയൽ പേജ് ഒരു പേജ് നിങ്ങൾ പല പ്രാവശ്യം എഴുതി നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതവിടെ കിടന്നോട്ടെ. അതിൻ്റെ തൊട്ടടുത്ത് നെയ്ബറിങ് പേജിൽ ഇതെഴുതി, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എഴുതി, അത് ബാക്കി കുറച്ച് എളുപ്പമുണ്ട്, അത് ഫില്ല് ചെയ്യുക, അടുത്ത പേജ് എഴുതുക. അപ്പോൾ 3 പേജ് ഒരു റൈറ്റിങ്ങിന് പോകും. ക്ലോക്ക് വൈസ് റൗണ്ട് റൈറ്റിങ്ങിന് 3 പേജ് പോയി. പിന്നെ ക്ലോക്ക് വൈസ് ഓവൽ ഷേപ്പ് കണ്ടിന്യൂസ് റൈറ്റിങ്ങിൽ 1 പേജ് 2-3 പേജ് പോയി. പിന്നെ റൈറ്റ് ടു ലെഫ്റ്റ് ലോങ് റൈറ്റിംഗ്, റൈറ്റ് ടു ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ് കേട്ടോ. ലോങ് - കണ്ടിന്യൂസ് റൈറ്റിംഗ്.
റൈറ്റ് ടു ലെഫ്റ്റ്, ലോങ് ഹൈഫൻ കണ്ടിന്യൂസ് റൈറ്റിംഗ്. എല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആണ്, ജോയിൻ കൈ എടുക്കാതെ എഴുതുകയാണ്. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു ഏതാനും വേർഡ്സുകൾ കൂടി പഠിച്ചുകൊണ്ട് ഈ സെഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ അല്ലാത്തവർ പറയണം, ഓക്കെ ആണെന്നുള്ളവർ മിണ്ടൂല, മൗനം സമ്മതമാണെന്നാണ്. ചിലരുടെയും ഇത് ഏകദേശം ചിലർ കുറേ ആൾക്കാർ 50% ആൾക്കാർ ഇത് നന്നാക്കാൻ വേണ്ടി, ലാംഗ്വേജ് നന്നാക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തവരുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ ഗൂഗിളിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞത്. നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. കാരണം നമുക്ക് നിങ്ങളുടെ നിലവാരം അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിപ്പിക്കാൻ. നിലവാരം അറിയാതെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർ നന്നായിട്ട് പഠിക്കണമെന്ന് വിചാരിച്ച് വന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഇത് തന്നെയാണോ അവർ ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. ലാംഗ്വേജ് ഉറപ്പിക്കാൻ വേണ്ടി വന്നവരും ആകാം. ചിലർ എന്താണ് എക്സ്ട്രീംലി ബിഗിനിങ് ആണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പകുതി അറിവ് പഠിച്ചിട്ട് വന്നവരാണെങ്കിലും മുക്കാൽ അറിവ് വന്നിട്ടുള്ളവരാണെങ്കിലും അവരോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ എഴുതി പഠിച്ചെങ്കിലേ പറ്റൂ. കാരണം നമ്മൾ ട്രഡീഷണലി അന്ന് നിങ്ങൾ പഠിച്ചത് ബാ വേറെ, താ വേറെ, സാ വേറെയൊക്കെ വേറെ വേറെ എഴുതിയതിന് ശേഷം പിന്നീട് ജോയിൻ ചെയ്യുക. ഞാനും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് 16-17 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 18 വയസ്സുള്ള സമയത്തൊക്കെ അറിവ് പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനെയായിരുന്നു. ഒരു ടെക്സ്റ്റ് സിംഗിൾ ലെറ്റേഴ്സാണ് പഠിപ്പിക്കുക. സെക്കൻഡ് ലെറ്റേഴ്സ് അതിനെ പിന്നെ എങ്ങനെ ജോയിൻ ചെയ്യാം എന്ന് പഠിപ്പിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് 2 വർഷം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോകും. മലയാളം ഇംഗ്ലീഷൊക്കെ 1 വർഷം കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് ലാംഗ്വേജ് വിൽപ്പത്തി നടന്നുണ്ട്. UKG അറബി പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ഹിന്ദി പഠിക്കണം, മലയാളം തുടങ്ങണം, ഇംഗ്ലീഷ് തുടങ്ങണം. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി കൂടാതെ അറബി 4 ലാംഗ്വേജ് UKG പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് 21-ാം നൂറ്റാണ്ടാണ്. 20-21-ാം നൂറ്റാണ്ടിലൊക്കെ അതിന് ലേണിങ്ങിൻ്റെ വ്യത്യസ്ത രീതിയായി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഈ കാൽ അറബി, മുക്കാൽ അറബി, പകുതി ഹാഫ് അറബി, 3/4 അറബിയൊക്കെ പഠിച്ചിട്ട് വന്നവരോട് പ്രത്യേകം റിക്വസ്റ്റ്, ഈ പറഞ്ഞതുപോലെ എഴുതി പഠിക്കണം. ഓക്കെ, അത് ഞാൻ നിങ്ങളോടൊരു എക്സ്ക്യൂസ് ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ടേക്ക് എ പാരഡൻ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ എളുപ്പമാണ്. എക്സ്ട്രീം ബിഗിനേഴ്സിനാണെങ്കിൽ അവർക്കറിയാം എങ്ങനെയാണ് ഇത് ഈ മാഷ് പറയുന്ന പോലെ പഠിച്ചാലേ കാര്യം നടക്കുള്ളൂ, ഞാൻ പറയുന്ന പോലെ തന്നെ പഠിക്കുള്ളവർ. അങ്ങനെയുള്ളവർ പെട്ടെന്ന് പഠിച്ചു പോവുകയും ചെയ്യും, എനിക്കറിയാം, ഐ ആം ഷുവർ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പോൾ എത്രയും കഴിഞ്ഞു. ഫസ്റ്റിൽ നമ്മൾ ബോട്ട് മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു ബോട്ട് വരച്ചു 3-ാമത്തെ ലൈനിൽ ഒരു സിംഗിൾ ബോട്ട് വരച്ചു. അതിൻ്റെ താഴെ ഒരു ഡോട്ട് ഇട്ടു. ഡോട്ട് കാണുന്നുണ്ടല്ലോ, ഒരു ഡോട്ട് ഇട്ടു. അതിൻ്റെ മുകളിൽ ഒരു 45 ഡിഗ്രി ചരിച്ചിട്ട് ഒരു വരയിട്ടു. 45 ഡിഗ്രി ചരിച്ചിട്ട് ഒരു ചെറിയ വരയിട്ടു. ഓക്കെ, വൺസ് അഗൈൻ ആദ്യം തോണി വരച്ചു. നമ്മൾ നേരത്തെ വരച്ച ഏറ്റവും ലാസ്റ്റിൽ വരച്ച തോണി വരച്ചു. അത് കഴിഞ്ഞിട്ട് തോണിയുടെ താഴെ ഒരു ഡോട്ട്. അതായത് തോണിയുടെ തിക്നെസ് എന്താണോ അതേ തിക്നെസ് ആണ് ഡോട്ടിനും ഉണ്ടാകേണ്ടത്, ഒരു ഡോട്ട്. ഞാനിവിടെ ഡോട്ട് ഇടുമ്പോഴത്തേക്ക് അത് എത്ര തിക്നെസ് വരുന്നതെന്ന് എനിക്കറിയില്ല. ഒരു ഡോട്ട് ഒരുപാട് താഴെയല്ല, അതിൻ്റെ നേരെ താഴെ, സെൻട്രലായിട്ട് അതിൻ്റെ നേരെ താഴെ ഒരു ഡോട്ട് ഇട്ടു. 45 ഡിഗ്രി ചരിച്ച് മുകളിൽ ഒരു ചെറിയ വരയിട്ടു. ഇതിനെയാണ് എന്ത് വായിക്കുന്നത്, ബ എന്ന് വായിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ബ ആദ്യം പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് ലെറ്റർ. ബ, ബഹുമാനപ്പെട്ട ബ. ഓക്കെ, ഇപ്പം എന്താണ് നമ്മൾ ആദ്യം വരച്ച ബ. ഓക്കെ, ഡോട്ട് 45 ഡിഗ്രി ചെരുവിൽ ഒരു ചെറിയ വര, ബ. അപ്പോൾ ഈ ചെറിയ വര വരയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മധ്യത്തെ ലൈനിൽ, 3 ലൈനിലെ മധ്യത്തെ ലൈനിൽ ക്രോസ് ചെയ്ത് പോകും. അതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ബ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു 12 ഷേപ്പേ അറബിക്ക് പഠിക്കേണ്ടതുള്ളൂ പറഞ്ഞു. ഞാൻ വീണ്ടും ഒരു തോണി വരച്ചു, മറ്റൊരു തോണി.
സെയിം ലെങ്ത് ആണ് ഞാൻ വരച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയെന്നേ ഉള്ളൂ. സെയിം ലെങ്ത്തിൽ വരച്ചാൽ മതി. സെയിം ലെങ്ത്തിൽ വേറൊരു തോണി വരച്ചു. എന്നിട്ട് താഴെ ഒരു ഡോട്ട് ഇട്ടത് മുകളിൽ 2 ഡോട്ട് ഇട്ടു. മുകളിൽ 2 ഡോട്ട് ഇട്ടു. ഈ 2 ഡോട്ട് നിങ്ങൾ പ്രിന്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 2 ഡോട്ട് എങ്ങനെയാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന്. അത് കറക്റ്റ് നമ്മൾ പെണ്ണ് കൊണ്ട് കറക്റ്റായിട്ട് എഴുതിയാൽ കറക്റ്റായിട്ട് ഉണ്ടാവും. ഞാനിപ്പോൾ വിരലുകൊണ്ട് വരയ്ക്കുന്നതുകൊണ്ട് അത് കുറച്ച് അടുത്ത് വേണം കേട്ടോ. കാരണം എന്താണ്, ഇത് എപ്പോഴും ബ്രദേഴ്സ് ആണല്ലോ, ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ എന്തായാലും അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക, ദൂരെ ഉണ്ടാകാൻ പാടില്ല. 2 ഡോട്ട് മാക്സിമം അടുത്താണ് ഇടേണ്ടത്. കണ്ടാൽ 2 ആണെന്ന് തോന്നണം. ചിലപ്പോൾ ചില ആൾക്കാർ ഒരു വരയിട്ട് കളയും. അതിലേക്ക് നമ്മൾ പ്രാക്ടീസായിട്ട് എഴുതി കഴിയുമ്പോഴത്തേക്ക് 2 ഡോട്ടിന് ഒരു വരയിടും. അപ്പം എന്ന് പറഞ്ഞതുപോലെ 2 ഡോട്ട് അടുത്തടുത്തിടണം മുകളിൽ. ഓക്കെ, തോണി വരച്ചു. ബ എഴുതിയതുപോലെ തന്നെ തോണി വരച്ചു. അതിൻ്റെ മുകളിൽ ഡോട്ട് 2 എണ്ണം ഇട്ടു അടുത്തടുത്തായിട്ട്. ഇതേപോലെ ഇരിക്കണം. ഇപ്പം കിട്ടിയതാണ്. ഇതേപോലെ അടിക്കാം. അതേ മുകളിൽ നേരത്തെ ഇട്ടതുപോലെ തന്നെ ഒരു വരയിടുക. ഇത് നമ്മളിപ്പോൾ മുകളിൽ വരയിട്ടില്ലേ, മുകളിൽ വരയിട്ടതാണ് ഇതിന് സൗണ്ട് കൊടുക്കുന്നത്. ഇത് സൗണ്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ മലയാളത്തിൽ ക എഴുതി, നമ്മുടെ വ്യഞ്ജന അക്ഷരങ്ങൾ എഴുതി. വ്യഞ്ജന അക്ഷരങ്ങൾ എല്ലാ വ്യഞ്ജന അക്ഷരത്തിലും എന്തുണ്ട്? സ്വരാക്ഷരം അടങ്ങിയിട്ടുണ്ട്. കച്ചടത്തപ്പ, ഗഞ്ഞണന്നമ്മ, ഇത് എല്ലാത്തിനും എന്തുണ്ട്? സ്വരാക്ഷരം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ അത് വേർതിരിച്ച് എഴുതിയാൽ ക എന്നത് ക്ക് അധികം ആ എന്നെഴുതും അല്ലേ? അതേപോലെ ഇപ്പോൾ അറബിയിൽ ഒരു അക്ഷരത്തിന് സ്വരം നൽകുന്നത് ഈ അടയാളമാണ്. മുകളിലിട്ട അടയാളമാണ് അതിന് സ്വരം നൽകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്വരം ഏതാണ്? ആദ്യ സ്വരം ആയാണ്. ആദ്യത്തെ സ്വരം ആ. അപ്പോൾ ആ എന്ന സ്വരം കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഡോട്ടിൻ്റെ മുകളിൽ ഇതിടണം. ഇപ്പം എന്ത് വായിക്കും? ട എന്ന് വായിക്കും. ട എന്ന് വായിക്കും. ആരാണ് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം, കുഴപ്പമില്ല. പിന്നെ അതിന് ഇംഗ്ലീഷിലും കൂടെ ആൽഫബറ്റ് ഒന്ന് എഴുതാമോ അവിടെ? No. Now we are learning the pure Arabic language. According to the language learning system, you should not use any other language to learn a language. അല്ല, സാറിന്റെ വോയിസ് ഇവിടം വരെ എത്തുമ്പോൾ അത് ക്ലിയർ ആവുന്നില്ല, ആ പ്രൊണൗൺസിയേഷൻ. അതാ. Okay, I will send you the video link after completing this lesson. Okay? Okay. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ കറക്റ്റായി പറഞ്ഞുതരാം. പ്രൊണൗൺസിയേഷൻ ഞാൻ ഒന്നുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ റൈറ്റിംഗ് സിസ്റ്റമാണ്, എങ്ങനെ എഴുതണമെന്നാണ്. ഇതിന് ഞാൻ ഇനി ഈ സ്ക്രീൻ മാറ്റിയിട്ട് അടുത്ത സ്ക്രീൻ വരും. അടുത്ത സ്ക്രീൻ വരുമ്പോൾ അതിനെങ്ങനെ റീഡ് ചെയ്യേണ്ടതെന്ന് പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 2 ഡോട്ട് ഇട്ടു, മുകളിൽ ഒരു വരയിട്ടു. ഈ മുകളിൽ വരയിടുന്നതാണ് അതിലെ സ്വരം നൽകുന്നത്. ഇതിനെ അക്ഷരത്തിനെ ട എന്ന് വായിക്കാം. ട ട ട. There is no similar letter in English, I say, but you can write it th. Somebody writing th, but Arabs are not accepting th. Arabs are writing only t. When they are transliterating, they are writing only t for ta. Ta is not same as Malayalatile ta. മലയാളത്തിലെ താ പറഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്? വായുടെ ഉൾഭാഗം താ, അതൊരു തായായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആ തറ പറയുന്ന തായാണ്. തറ എന്ന് പറഞ്ഞാൽ ലോ ക്ലാസ് എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ ലാംഗ്വേജും അതിൻ്റെ റെസ്പെക്ട് ചെയ്യണം നമ്മൾ. എല്ലാ ലാംഗ്വേജും എന്താണ്? ദൈവം സൃഷ്ടിച്ച ഭാഷകളാണ്. അത് എല്ലാ ലാംഗ്വേജിനും ഈക്വൽ അവകാശം നമ്മൾ കൊടുക്കണം. ഓക്കെ, ഈവൻ നമ്മളെ മലയാളത്തിൽ തന്നെ പ്രാദേശിക ഭാഷകളുണ്ട്. പ്രാദേശിക ഭാഷകളെ തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ചില ആൾക്കാർ പറയും അച്ചടി ഭാഷ സംസാരിക്കുന്നതാണ് ഒറിജിനൽ ലാംഗ്വേജ്. അങ്ങനെയല്ല. ഒറിജിനൽ ഭാഷ എന്ന് പറയുന്നത് ഒരു പ്രാദേശികമായ ചരിവുള്ള വളവുള്ള ഭാഷയാണ് ഒറിജിനൽ ഭാഷ. പിന്നീട് അതിനെ അടിച്ചൊതുക്കി എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അച്ചടി ഭാഷ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ.
ഇപ്പം ഞാൻ അച്ചടി ഭാഷ സംസാരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ മലയാളികൾക്കും ആ ഭാഷ മനസ്സിലാകുന്നുണ്ടാണ്. എനിക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്തെ ഭാഷ പ്രാദേശിക ഭാഷ സംസാരിക്കാം. ഞാനതിനെ റെസ്പെക്ട് ചെയ്യുന്നു. മലബാർ ഭാഷയും റെസ്പെക്ട് ചെയ്യുന്നു. അതേപോലെ തൃശ്ശൂർ ഭാഷയും റെസ്പെക്ട് ചെയ്യുന്നു. മലയാളത്തിനും ഇന്ത്യയും എല്ലാ ഭാഷയും റെസ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ കാരണം എന്താണ്, ഇത് ലോകം ഉണ്ടായ കാലം മുതൽ ഭാഷയുണ്ട്. അവർ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത ശൈലി ഉപയോഗിക്കുന്നുണ്ട്. എനിവേ, അപ്പോൾ ത മലയാളത്തിലെ ത പോലെയല്ല അറബിയിലെ ത പറയുമ്പോൾ വായുടെ ഉൾഭാഗം പതിഞ്ഞാണ് വരിക, ത. അതേപോലെ ബ ബ ബ ബ പറയുമ്പോൾ നാച്ചുറൽ ബായുടെ നാച്ചുറൽ ഷേപ്പ് ഉണ്ടാകണം. മലയാളത്തിലെ ഭ ബ ഒക്കെ പറയുമ്പോഴത്തേക്ക് വാ വാ ഇങ്ങനെ തുറന്നു വരികയാണ്. ബ ബ ബ ബ. അതേപോലെ ഭ ഇതൊക്കെ വരുമ്പോഴത്തേക്ക്, അതായത് ചുണ്ടുകൊണ്ട് പറയുന്ന ഏത് അക്ഷരം എടുത്താലും മ ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് വായുടെ ഉൾഭാഗം പെട്ടെന്ന് ഇങ്ങനെ തുറന്നു വരികയാണ് ചെയ്യുന്നത്. അത് അറബിയിൽ അങ്ങനെയല്ല. ബ ബ ട ബ ട. ഓക്കെ, ഇനി നമുക്ക് ബ ട. രണ്ട് ഡോട്ട് ഇട്ടല്ലോ നമ്മൾ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ എന്ത് ചെയ്യുക, ഒരു ഡോട്ട് കൂടെ ഇട്ട് നോക്കാം. അടുത്ത തോണി, അടുത്ത തോണി. സെയിം ഷേപ്പാണ്. ഈ വാല് അല്പം അല്പമൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ. നമ്മൾ മലയാളത്തിലേക്ക് അക്ഷരം എഴുതുമ്പോഴത്തേക്ക് വാല് മുകളിലോട്ട് താഴോട്ടൊക്കെ അല്പം നീണ്ടു പോകും. അത് അക്ഷരത്തിൻ്റെ എഴുത്തിൻ്റെ കൂടെ ഉള്ളതാണ്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇവിടം വരെ വരാകൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അത് എഴുത്താണ്, അങ്ങനെ തന്നെ വരും. ഇതിൻ്റെ മുകളിൽ 2 ഡോട്ട് ഇട്ടു സിസ്റ്റേഴ്സിനെ പോലെ. അതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായി മുകളിലായിട്ട് എന്ത് ചെയ്യണം, 3ാമത്തെ ഡോട്ട് ഇടണം. ഓക്കെ, രണ്ടിൻ്റെയും 2 ഡോട്ട് ഇട്ടു. ഈ 2 ഡോട്ടിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, നേരെ മുകളിലാണ് 3ാമത്തെ ഡോട്ട് വരേണ്ടത്. 2 ഡോട്ടിൻ്റെയും മിഡിലായി നേരെ മുകളിലാണ് 3ാമത്തെ ഡോട്ട് വരേണ്ടത്. അപ്പോൾ വരുന്നതാണ് സ. സ പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. സ സ പറയുമ്പോൾ കാറ്റ് പോകും. ഇടയ്ക്ക് ക്യാൻഡിൽ, മെഴുകുതി എല്ലാം, അതേപോലെ മണ്ണെണ്ണ വിളക്കൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ ഫ്ലെയിം ചിലപ്പോൾ കെട്ടുപോകാൻ സാധ്യതയുണ്ട്. സ സ സ, കാറ്റ് പോകും. സ സ. ഈ സ എഴുതുമ്പോഴാണ് അറബികൾ TH ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ TH ഉപയോഗിക്കുമ്പോൾ പറയുന്ന അത്രയും കടുപ്പമില്ലാതെ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കി പറയണം. എന്നാൽ കാറ്റ് പുറത്തേക്ക് പോകണം. സ സ സ. മുകളിൽ സ്വരച്ചിഹ്നം, മുകളിൽ സ്വരച്ചിഹ്നം. ഓക്കെ, അപ്പൊ എന്തായി, ഒന്ന് വായിക്കേ. ആർക്ക് വായിക്കാം? പുതിയ സ്റ്റുഡന്റ് വായിക്കാം, നേരത്തെ പഠിക്കാത്ത ഒരാൾ വായിക്കേ. 3 അക്ഷരം. ഓക്കെ, പുതിയ സ്റ്റുഡന്റ് ആണോ? അറബി തികച്ചും പുതിയതായിട്ട് പഠിക്കാണോ? അല്ല, പുതിയ സ്റ്റുഡന്റ് വായിക്കേ. ഞാൻ പുതിയ സ്റ്റുഡന്റ് ആണ്. വായിക്കേ. കുറച്ചുകൂടി കടുപ്പം വേണം. അതായത് നാവിന് അവിടെ, നാവും പല്ലും തമ്മിൽ കുറച്ചുകൂടെ കടുപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, ടൈറ്റ് ആക്കരുത്. കടുപ്പിച്ചിട്ട് കാറ്റ് പുറത്തേക്ക് വിടണം. സ സ. അത് മയപ്പെടുത്തുകയാണ്. കടുപ്പം വരണം, കാറ്റ് പുറത്തേക്ക് വരണം. സ. ആ, യെസ് യെസ് യെസ്. സ. ഒന്നുകൂടെ ഒന്നുകൂടെ ആദ്യം പറഞ്ഞോളൂ. കുറച്ചുകൂടെ സ്ട്രെങ്ത് കൊടുക്ക്. സ. ഓക്കെ, വേറെ സ്റ്റുഡന്റ്, പുതിയ സ്റ്റുഡന്റ്. ഈ പഴയ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ നേരത്തെ ഗുരുക്കന്മാരുടെ മുഖത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ എൻ്റെ ഗുരുമുഖത്തു നിന്നാണ് പഠിക്കുന്നത് കേട്ടോ, എൻ്റെ മുഖത്തു നിന്നാണ് പഠിക്കുന്നത്. ഇപ്പം ഗുരുമുഖത്ത് നിന്ന് പഠിച്ചില്ല എന്ന് പറയരുത്, ഓൺലൈനിൽ പഠിച്ചാണെന്ന് പറയരുത്, ഗുരുമുഖത്തു നിന്നാണ് പഠിച്ചതെന്നാണ് പറയേണ്ടത്. നമ്മൾ തമ്മിൽ വളരെ കുറച്ച് സ്റ്റുഡൻസേ ഉള്ളപ്പോഴ് നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എസ്റ്റാബ്ലിഷ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ലേണിംഗ് നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. പറഞ്ഞു നോക്ക്. പറഞ്ഞോട്ടെ. ഓക്കെ, ന്യൂ സ്റ്റുഡന്റ്. ന്യൂ സ്റ്റുഡന്റ്. ഓക്കെ, ആദ്യമായിട്ട് അറബി പഠിക്കുകയാണ്. അതെ അതെ. ഓക്കെ, പ്രൈസ് ടു ഗോഡ്. ഓക്കെ, താങ്ക് യു. ബ ത സ. എക്സാക്ട്ലി എക്സലന്റ്. ഓക്കെ, ബ ത സ 3 ലെറ്റർ നമ്മൾ പഠിച്ചു. ഇനി ഒരു ലെറ്റർ കൂടെ പഠിക്കാനുണ്ട്. ഒരു ലെറ്റർ പഠിച്ചു. ഞാൻ പുതിയ ആൾ കഴിയുന്നത് എനിക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്ന് ഉറപ്പുവരുത്താൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാമത്തേത് ഒരു
റൗണ്ട് ലെറ്റർ ആണ്, ഒരു റൗണ്ട് ലെറ്റർ. ഈ റൗണ്ട് ലെറ്റർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്നാണ് ഞാൻ ആദ്യം പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഴുതുമ്പോഴത്തേക്ക് അല്പം ചരിഞ്ഞ് ഈ മൂന്നാമത്തെ വരയുണ്ടല്ലോ, ഇങ്ങനെ വരും. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ വരുന്നത്. ഇതാണ് ന. ഇത് റൗണ്ട് ലെറ്റർ ആണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ടത് റൗണ്ട് ലെറ്റർ ആണ്. ആദ്യത്തെ 3 എണ്ണം ലോങ് ലെറ്റേഴ്സ് ആണ്. ഇത് ന എന്താണ്? റൗണ്ട് ലെറ്റർ ആണ്. നോട്ട് കംപ്ലീറ്റ്ലി റൗണ്ട്, ബട്ട് ദ ഷേപ്പ് ഈസ് റൗണ്ട്. ഇത് റൗണ്ട് ലെറ്റർ ആണ്. ഒന്നുകൂടെ എഴുതി നോക്കുക. ഓക്കെ, ന. ഓക്കെ, എല്ലാത്തിലും സ്വരചിഹ്നം ഒരേ ലെങ്ത് ആണ് കേട്ടോ. മുകളിലിടുന്ന സ്വരചിഹ്നം ഒരേ ആംഗിളിലാണ് ചെരിയുന്നത്, ഒരേ ലെങ്ത് ആണ്. നമ്മൾ കൈകൊണ്ട് എഴുതുമ്പോൾ അല്പ സ്വല്പമൊക്കെ എന്ത് ചെയ്യാം, നീണ്ടു പോവുക സ്വാഭാവികമാണ്. നീണ്ടുപോയ ചെറുതായി പോയൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ ഫൈനലി പഠിക്കുന്നത് സ്വരചിഹ്നമൊന്നും ഇല്ലാതെയാണ് നെക്സ്റ്റ് ലെവലിൽ പഠിക്കുന്നത്. ഇതിപ്പം അക്ഷരം വായിച്ചു പഠിക്കാൻ വേണ്ടി സ്വരചിഹ്നങ്ങൾ കൊടുത്ത് പഠിക്കും. ഇതിൻ്റെ ഈ 20 hours കഴിഞ്ഞാൽ പിന്നെ സ്വരചിഹ്നങ്ങൾ ഇല്ലാതെയാണ് പഠിക്കുക. അത് അറബിയുടെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അറബി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഭാഷ, ഒരുപാട് കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കിൽ പറയുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ന. അത് നീണ്ടുപോയി. ന. ഓക്കെ, ന. ലൈനിന്റെ താഴെ വരണോ? ലൈനിന്റെ താഴെ വരണം. റൗണ്ട് ആയിട്ട് എഴുതുമ്പോൾ ലൈനിന്റെ താഴെ വരണം കേട്ടോ. ഒരുപാട് താഴെ പോകണ്ട, പക്ഷേ പാർഷ്യലി ഞാൻ ആദ്യത്തെ ഞാൻ എഴുതിയതുപോലെ കുറച്ച് താഴെ പോകണം. ഓക്കെ, ഇനി ഈ കൂട്ടത്തിൽ പഠിക്കേണ്ട വേറൊരു സംഗതിയാണ്. ഇപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ലെറ്റേഴ്സ് ഒന്ന് എഴുതാൻ പോവുകയാണ്. പുതിയ സ്റ്റുഡൻസ് വായിക്കണം. എന്താണ്? ഇതെന്താണ്? ഇതെന്താണ്? ഓക്കെ. ഇതെന്താണ്? മാഷാ അല്ലാഹ്, അപ്ലാസ്. ഓക്കെ, വെൽ ഡൺ. നമ്മൾ പഠിച്ചത് 4 ലെറ്റേഴ്സ് ആണ്. ബ ത സ ന. ബ ത സ ന. ബ ത സ ന. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ ബ ത സ ന എഴുതാൻ വേണ്ടി ഇത്രയും ഡിസ്റ്റൻസ് ആയിട്ടൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ബായും തായും സായും എഴുതുക. ബായും തായും സായും എഴുതുമ്പോൾ ബ ത സ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ ത സ. അപ്പോൾ ആദ്യത്തെ 2 ബോട്ടും ചെറുതായിരിക്കും, മൂന്നാമത്തെ ബോട്ട് വലുതായിരിക്കും. അപ്പോൾ 3 ലോങ് ലെറ്റേഴ്സ് ആണ് നമ്മൾ എഴുതുന്നത്. ബ ത സ. അങ്ങനെ വന്നപ്പോൾ എന്തായി? ബ ത സ. അപ്പോൾ 3 ലോങ് ലെറ്റേഴ്സ് എഴുതുമ്പോൾ 2 എണ്ണം ജോയിൻ ചെയ്ത് എഴുതുമ്പോൾ 2 എണ്ണം ചെറുതും മൂന്നാമത്തേത് അല്പം നീട്ടി എഴുതാം. ബ ത ബ ത സ. ബാക്കി 3 കുത്തില്ലേ? ഉണ്ട്, ഞാൻ എഴുതിയാണ്. അത് എഴുതിയപ്പോഴേ മൂന്നാമത്തെ ഡോട്ട് ആ വരിയുടെ പുറത്തായി പോയി. ബ ത സ. ഓക്കെ, ബ ത സ. ഈ 3 ലെറ്റേഴ്സ് അല്ലെങ്കിൽ 4 ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? വേറെ വേർഡ്സ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് എഴുതുന്നത് പഠിച്ചിട്ടാണ് ഇതിന്റെ റീഡിങ്ങിലേക്ക് അടുത്ത സ്ക്രീനാണ്, അത് വേറെ സ്ക്രീനാണ്. ഇനി ഇതിന്റെ കൂടെ ഒരു ന എഴുതണമെന്ന് വിചാരിച്ചോ. ന ബ ത. ന ബ ത. താഴെ ഡോട്ട് വരുമ്പോൾ ഇത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ടാണ്. ടോപ്പിലും ബോട്ടത്തിലല്ല താഴെ ഡോട്ട് വരിക. താഴെ ഡോട്ട് വരിക റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ടാണ് വരിക.
അപ്പോൾ നബ ത. ഇനി വേറെ സംഗതി കൂടെ പഠിക്കാനുണ്ട്. അപ്പൊ ഇത് നമ്മൾ ചേർത്ത് എഴുതേണ്ടത് മനസ്സിലായി. ചേർത്ത് എഴുതുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജോയിൻ ചെയ്ത് എഴുതണം. ഇനി ഈ വവ്വൽ സൗണ്ട്, ബാക്കി വവ്വൽ സൗണ്ട് കൂടെ പഠിച്ചിട്ട് നമുക്ക് ഈ സ്ക്രീൻ മാറ്റാം. 15 മിനിറ്റ് കൂടുതലായില്ലേ ഇപ്പം? ഓക്കെ, ഇനിയുള്ളത് വേഗം പോകും. അപ്പോ നമ്മൾ ഈ വവ്വൽ സൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. വവ്വൽ സൗണ്ട് ഇവിടെ നമ്മൾ ബ എന്നെഴുതി. ബ എന്നെഴുതാൻ മുകളിൽ നമ്മൾ 45 ഡിഗ്രി ചരിഞ്ഞ 45 ഡിഗ്രി ചരിഞ്ഞ ഒരു വര ഇട്ടു. അതേ ചരിവില് ആ വര താഴെ ഇട്ടാൽ എന്തായി? ബി ആയി. കേട്ടോ? അപ്പോ അകാരം മുകളിലാണ് ഇടുക, ബ. താഴെ വരുമ്പോൾ ഇകാരമാണ്, ബി ആണ്, ബി. പിന്നെ അതിന് ഉകാരം വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാം, ഉ എന്ന് എഴുതുമ്പോഴത്തേക്ക് ഒരു വളവുണ്ട്, അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ചുണ്ടിലൊരു വളവ് വരും. ചുണ്ടില് ഒരു വളവ് വരും. അതേപോലെ ഒരു വളഞ്ഞ കൊടക്കാല്, ചെറിയൊരു കൊടക്കാല്, ചെറിയ കൊടക്കാല്. അത് പെൻസിലോട്ട് എഴുതിയാലേ കറക്റ്റ് ആവുള്ളൂ. അതെ, ഇത് കൊള്ളാം. ചെറിയ ഒരു കൊടക്കാല്, ഉ. അതായത് വളഞ്ഞത് ഉ. ബ, ബി, ബു, ഇതാണ് വവ്വൽ സിംബൽസ്. അപ്പൊ നിങ്ങൾ ഇത് പ്രത്യേകം എഴുതിക്കണം. അകാരം, ഇകാരം, ഉകാരം. ഈ അകാരം, ഇകാരം, ഉകാരമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കേട്ടോ? അപ്പോ അങ്ങനെയാണെങ്കിൽ ത എഴുതി, മുകളിൽ വരെ ഇട്ടു, താഴെ വരെ ഇട്ടു, ഉകാരം ഇട്ടു. ഇത് വായിക്കും ഒരാള്? വായിക്കും. മാഷാ അല്ലാ. അപ്പൊ ത, തി, തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ന്യൂ സ്റ്റുഡന്റ് വായിക്കണം. ന്യൂ സ്റ്റുഡന്റ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വായിക്കും? എങ്ങനെ വായിക്കും? സബത. അപ്പൊ ഇത് ഇനി എന്ത് ചെയ്ത് വായിക്കുമ്പോഴും സെപ്പറേറ്റ് ആയിരിക്കും വരും. സബത അങ്ങനല്ല, സബത. ഓക്കെ? ഇതെങ്ങനെ വായിക്കും? സുബിത. പുതിയ സ്റ്റുഡന്റ് ആണോ? മാഷാ അല്ലാ. ഓക്കെ, സുബിത. അപ്പൊ ഇത്രയേ ഉള്ളു സംഭവം. ഇനി ഞാൻ ഈ സ്ക്രീൻ മാറ്റുകയാണ്. ഇതങ്ങോട്ട് വയ്ക്കാം. സ്ക്രീൻ മാറ്റിയിട്ട് ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച ബ, ത, സ, ന, ഈ ലെറ്റേഴ്സ് ഉണ്ട്. പ്രൊനൗൺസിയേഷൻ ഒന്നുകൂടെ നോക്കുക. പ്രൊനൗൺസിയേഷൻ ആണ് എല്ലാവരും ഫോക്കസ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചതാണ്. ബ, ബ, ത, സ, ന. നക്ക് പ്രത്യേകത ഒന്നുമില്ല. പക്ഷേ അറബിയിലെ ഉച്ചാരണം എന്ന് പറയുന്നത് ന എന്ന് പറഞ്ഞാൽ ലോ, അതെന്താണ്, പതിഞ്ഞ സ്വരമാണ്. ന. മലയാളത്തില് ആന, വയയുടെ അകത്ത് എന്ത് ചെയ്യും? വഴങ്ങും. അറബിയിൽ അങ്ങനെയല്ല, പുറത്തേക്കാണ് സൗണ്ട് പോകുന്നത്. ന. ഓക്കെ. അപ്പോ ബ, ബി, ബു, ത, തി, തു,
സ സി സു ന നി നു. ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്കിൽ ഇതേപോലെ ബ ബി ബു ത ടി തു സ സി സു മുകളിൽ നിന്ന് താഴേക്ക് എഴുതണം കേട്ടോ. കറക്റ്റ് എക്സാക്ട്ലി ഞാൻ എന്താണോ പറയുന്നത് അതേ രീതിയിൽ വർക്ക് ചെയ്യണം, എങ്കിലേ നടക്കുകയുള്ളൂ. ഇപ്പം മുകളിൽ നിന്ന് താഴോട്ട് ചില ആൾക്കാർ 5 പ്രാവശ്യം എഴുതുക, 5 പ്രാവശ്യം ഇങ്ങനെ ചെറിയൊരു വര. അങ്ങനെയല്ല, ഇത് നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്നതിന് വേണ്ടി, ഇതെന്ന് പറയുന്ന ഒരു വലിയ ലാംഗ്വേജാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വളരെ ലോകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലാംഗ്വേജാണ് ഈ ലാംഗ്വേജ്. മാത്രമല്ല ഫൈനൽ ടെസ്റ്റമെൻ്റ് ലാംഗ്വേജാണ്, ഖുർആൻ്റെ ലാംഗ്വേജാണ്, അതേപോലെ ഫൈനൽ പ്രൊഫറ്റിൻ്റെ ലാംഗ്വേജാണ്. എന്തുകൊണ്ടും വളരെ സംഗതി വളരെ പ്രധാനപ്പെട്ട ലാംഗ്വേജാണ്. ഇനി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് ഫ്രീ ആയിട്ട് നെറ്റിൽ തന്നെ കിട്ടുന്ന ഒരു ലാംഗ്വേജ് അറബി ഭാഷയാണ്. കാരണം ഒരുപാട് പൊളിറ്റിക്കലും അതേപോലെ ഇവിടത്തെ പോലെ ഒരുപാട് ശബ്ദ കോലാഹലങ്ങളൊന്നും അവിടെ നാട്ടുകളിൽ ഉള്ള സ്ഥലങ്ങളുണ്ട്, ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവർ കുറേ ആൾക്കാർ എന്ത് ചെയ്യാണ്, ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ടെക്സ്റ്റുകൾ വരെ അവരെന്ത് ചെയ്യുന്നത് അതിൽ PDF ആയിട്ടും അല്ലാതെയും. ഇപ്പോൾ നിങ്ങൾ മക്തബ് ഷാമില എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ലോകത്തുള്ള ഒരു വലിയ ലൈബ്രറിയാണ് മക്തബ് ഷാമില എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാ സെർച്ച് എഞ്ചിനും സംഭവം എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇതേപോലെ ഒരുപാട് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംവിധാനം അറബിയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് പൈസ ഫണ്ട് ചിലവഴിച്ച് തന്നെ പഠിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നോട്ട്ബുക്ക് വാങ്ങി ഇതിൽ 3 വര അല്ലെങ്കിൽ 4 വര ഈ കോളങ്ങളെ വരയ്ക്കാവൂ. നോട്ട്ബുക്ക് എടുത്താൽ 4 വര അല്ലെങ്കിൽ 3 വര ഇവിടെ കോളം വരച്ചിരിക്കുന്നുണ്ട്. ഇതേപോലെ 3 വര 4 വര കോളമേ വരയ്ക്കാവൂ. മുകളിൽ താഴോട്ട് ഒരു വേർഡ് തന്നെ എഴുതണം, ഒരു വേർഡ് തന്നെ മുകളിൽ താഴോട്ട് എഴുതണം. എഴുതുന്നത് വളരെ ഭംഗിയായിട്ട് എഴുതണം. നല്ല പേപ്പറിലായിരിക്കണം എഴുതുന്നത്. ആരെങ്കിലും എഴുതി ഉപയോഗിച്ച് കളഞ്ഞ പേപ്പർ ഉപയോഗിക്കരുത്, എഴുതി ഉപയോഗിച്ച് കളഞ്ഞ പേപ്പർ ഉപയോഗിക്കരുത്. ഒന്നുകൂടി പറയാം, ഞാൻ എഴുതി ഉപയോഗിച്ച് കളഞ്ഞ മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അവൾ കുറേ പേജൊക്കെ എഴുതി ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അവർ വർക്ക് എഴുതിയൊക്കെ നോക്കിയതിന് ശേഷം ബാക്കി അതിൽ പേജുണ്ട്, അതിൽ പേജ് ബാക്കിയുണ്ടല്ലോ മോളെ, ആ ബുക്കിംഗ് കൊണ്ട് അതിൽ കുറേ പേജ് ബാക്കിയുണ്ടല്ലോ നീ കൊണ്ട്. അങ്ങനെയല്ല, 25 രൂപ 50 രൂപ കൊടുത്ത് ഒരു ബുക്ക് വാങ്ങി പഠിച്ചാൽ തീർച്ചയായിട്ടും എന്നും യൂസ്ഫുൾ ആയിരിക്കും. അത് ഒരു ലാംഗ്വേജാണ് നിങ്ങൾ പഠിക്കുന്നത്. മാത്രമല്ല ലോകത്ത് ഇത്രയും ഇമ്പോർട്ടൻസ് ആയ പ്രധാനപ്പെട്ട ലാംഗ്വേജാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ഫണ്ട് ചിലവഴിച്ച് ഭംഗിയായിട്ട് കുറച്ച് പൈസ കൊടുത്ത് ഞങ്ങൾ കുറേ സംഗതികൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി തന്നെ ഞാൻ വാങ്ങി വെച്ചിരിക്കുകയാണ്. വ്യത്യസ്ത കളറുകളിലെ പെന്നുണ്ട്, അതേപോലെ വ്യത്യസ്ത ടൈപ്പിലുള്ള പെന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഓരോ കവറിലും എഴുതി വയ്ക്കുക. കുറേ കാര്യങ്ങൾ എഴുതി പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞ സംഗതി വാക്കുകൾ ബ ബി ബു മുകളിൽ താഴെ വരെ എഴുതണം, ത ടി തു മുകളിൽ താഴെ വരെ എഴുതുക, സ സി സു മുകളിൽ നിന്ന് താഴെ വരെ എഴുതുക. ഓക്കെ, ന നീ നു എല്ലാ അക്ഷരങ്ങളും അതിൻ്റെ സ്വര ചിഹ്നങ്ങളടക്കം മുകളിൽ നിന്ന് താഴെ വരെ എഴുതുക. അതേപോലെ മാർജിൻ റൈറ്റ് സൈഡിൽ മാർജിൻ കൊടുത്തിട്ട് എഴുതണം. റൈറ്റ് സൈഡിൽ മാർജിൻ കൊടുത്തിട്ടാണ് എഴുതേണ്ടത്. റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, നിങ്ങൾ സിംഗിൾ ലെറ്റേഴ്സ് ആണ് എഴുതുന്നതെങ്കിലും റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എഴുതേണ്ടത്. നിങ്ങൾ മുകളിൽ നിന്ന് വരയിട്ടല്ലോ, ഞാൻ ഇനി ഒരിക്കൽ കൂടെ ആ സ്ക്രീൻ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. മുകളിൽ നിന്ന് ഞാൻ വരയിട്ടപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടരുത്, ഇടത്തുനിന്ന് വലത്തോട്ട് വരയ്ക്കുകയെ ചെയ്യാൻ പാടില്ല, വലത്തുനിന്ന് ഇടത്തോട്ട് വരയ്ക്കണം, മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കണം വര. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ മാർജിൻ ഇട്ടിട്ട് വരയ്ക്കുക. ബ ബി ബു ത ടി തു സ സി സു ന നീ നു നമ്മൾ കഴിഞ്ഞു. അടുത്തത് നബത, നബത, സബത. രണ്ടാമത്തത് സബത, നബത, സബത. നുബീത, 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 നുബീത. സുബീത, സുബീത, സുബീത. അപ്പോൾ ഈ പറഞ്ഞ 3 വേർഡാണ് പറഞ്ഞത്. ന ബ ത നു ബി ത സ ബ ത. ഈ 3 വേർഡും റൈറ്റ് സൈഡിൽ മാർജിൻ ഇട്ടിട്ട് മുകളിൽ നിന്ന് താഴെ വരെ എഴുതുക. നിങ്ങൾ ലെങ്ത് ഉള്ള നോട്ട്ബുക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുകളിൽ നിന്ന് താഴെ വരെ എഴുതുക. കുറച്ചുകൂടെ ചെറിയ ബുക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ 10 ടൈംസ് അറ്റ്ലീസ്റ്റ് ഉണ്ടാകണം, ചുരുങ്ങിയത് 10 പ്രാവശ്യം ഉണ്ടാകണം. ഇടയിൽ ഗ്യാപ്പ് ഇട്ടിട്ടാണ് എഴുതേണ്ടത്, ഇടയിൽ ഗ്യാപ്പ് ഇട്ടിട്ടാണ് എഴുതേണ്ടത്. ഇപ്പം നമ്മൾ 4 ലൈൻ ബുക്ക് വാങ്ങിച്ചിരുന്നില്ല, 4 ലൈൻ ബുക്ക് ഇംഗ്ലീഷ് 4 ലൈൻ ബുക്ക് വാങ്ങുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് കോപ്പി എഴുതാൻ വേണ്ടി 4 ലൈൻ ബുക്ക് വാങ്ങുക. അതേപോലെ ഒരു ലൈനിൽ നിന്ന് അടുത്ത ലൈനിൽ ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് ഇട്ടിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ,
നബത നുബിത സബത. അതേപോലെ പിന്നീട് നമ്മൾ ബ ബിബു ത തീതു സ സീസു ബ ബിബു ത തീതു സ സീസു ന നീ നു നബത സബത നുബിത സുബിത. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ചാർട്ട് പേപ്പർ വാങ്ങിക്കണം. ചാർട്ട് പേപ്പർ ഞാൻ പറഞ്ഞ അത്രയും വലിയ ഷീറ്റ് വേണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അത്രയും കട്ടിയുള്ള പേപ്പർ വേണം. അത്രയും കട്ടിയുള്ള പേപ്പർ വാങ്ങിയിട്ട് അതിനെന്ത് ചെയ്യുക? മടക്കിയോ അല്ലാതെയോ കട്ട് ചെയ്യുക. ചെറിയ പീസസായി കട്ട് ചെയ്യുക. ചെറിയ പീസായി കട്ട് ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ഇത് A4 സൈസ് പേപ്പറാണ്. A4 സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അപേക്ഷ എഴുതാൻ വേണ്ടി വാങ്ങുന്ന പേപ്പർ, അല്ലെങ്കിൽ കോപ്പി എടുക്കാൻ വരുന്ന പേപ്പർ A4 സൈസ്. അപ്പോൾ ഈ ചാർട്ട് പേപ്പറിനെ മടക്കുക, പലതായി മടക്കുമ്പോൾ A4 വരും. A4നെ വീണ്ടും മടക്കിയിട്ട് A4ന്റെ പകുതി സാധാരണ നോട്ട്ബുക്കിൻ്റെ സൈസ് വരും. അതിനെയും മടക്കുക വീണ്ടും ഒന്നുകൂടെ. ഓക്കെ, അപ്പോൾ A4 വലിപ്പത്തിലുള്ള കാർഡിനെ എന്ത് ചെയ്യുക? 4ആയിട്ട് മടക്കുക. A4 വലിപ്പത്തിലുള്ള കാർഡിനെ 4ആയിട്ട് മടക്കുക. എന്നിട്ട് ഷോപ്പിൽ നിന്നും ചാർട്ട് മാർക്കർ കിട്ടും. ചാർട്ട് പെൻ കേട്ടോ. ചാർട്ട് എഴുതേണ്ട ചിസൽ ടിപ്പ് പെന്ന് കിട്ടും. ഈ പെന്ന് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച 4 അക്ഷരങ്ങൾ. ഈ 4 അക്ഷരങ്ങളും വലുതായിട്ട് ഈ പേപ്പറിൽ എഴുതുക. ഓക്കെ, വലുതായിട്ട് ഈ പേപ്പറിൽ ഒരു പേപ്പറിൽ ഒരക്ഷരം എഴുതാവും. ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? A4നെ 4ആയിട്ട് മടക്കിയതാണ് ഒരു പീസ്. ആ ഒരു പീസിൽ ഒരക്ഷരമേ എഴുതാവും. ആദ്യം ബ, 2 ട, 3 സ, 4 ന. ഇതേ ഓർഡറിൽ തന്നെയാണ് എഴുതേണ്ടത്. കാരണം എന്താ? ആദ്യം ബഹുമാനപ്പെട്ട റെസ്പെക്റ്റഡ് ബായാണ് എഴുതിയത്, ഡോട്ട് താഴെയാണ്. രണ്ടാമത്തേത് തോണിയാണ്, തോണിയുടെ ബോട്ടിൻ്റെ മുകളിൽ 2 ഡോട്ട് ഇട്ടു, ടായായി. പിന്നീട് 2 ഡോട്ടിൻ്റെ നേരെ മുകളിൽ 1 ഡോട്ട് കൂടെ ഇട്ടു, സായായി. അപ്പോൾ 3 കാർഡ്. പിന്നീട് നായ്ക്ക് വേണ്ടി 4ാമത്തെ കാർഡ്. ഇപ്പം 4 കാർഡ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ച എല്ലാത്തിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാർഡ് ഉണ്ടാക്കും. പക്ഷേ ഞാൻ ആ കാർഡ് അങ്ങനെ എല്ലാ കാർഡും ഉണ്ടായിക്കണം ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. പക്ഷേ നിർബന്ധം പിടിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ഓരോ ലെറ്റേഴ്സിനും ഓരോ കാർഡ് ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങൾ ഓരോ സ്ഥലത്ത് നിങ്ങളുടെ റൂമിൻ്റെ പല സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് അത് വായിച്ചു നോക്കണം. കുറേ നേരം കഴിഞ്ഞിട്ടൊന്ന് നോക്കണം. ബ ത സ ന. അപ്പം നിങ്ങളെ കുട്ടികളെ വിളിക്കുക. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകും കേട്ടോ. 3 വയസ്സ് 2 വയസ്സുള്ള കുട്ടികൾക്ക് ബ പഠിപ്പിക്കാം, ടാ പഠിപ്പിക്കാം, സാ പഠിപ്പിക്കാം. അറിയാത്ത കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കുക. ഒരു ലാംഗ്വേജ് ആണിത്. ഓക്കെ, വളരെ എളുപ്പത്തിൽ നിങ്ങളിത് പഠിക്കുന്നു. നിങ്ങൾ പഠിക്കുന്ന വേറൊരാളിനെ പഠിപ്പിക്കുന്നു. ബ ത സ ന. നെക്സ്റ്റ് വീണ്ടും അടുത്ത കാർഡ് ഉണ്ടാക്കുന്നു. കാർഡിൽ എന്താ? അടുത്ത കാർഡിൽ നബത്ത ഒരുമിച്ച് എഴുതുക. കളേഴ്സ് ഉപയോഗിക്കാം. ഒരു പെൻ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാം. എന്തായിരുന്നാലും മൾട്ടി കളർ ആയിരിക്കണം, ഒറ്റ കളർ ആയിരിക്കരുത്. നിങ്ങളുടെ ഡിസ്പ്ലേ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതി കാർഡ് ഉണ്ടാക്കി ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ട് ഫോട്ടോ എടുത്ത് നമ്മൾ ഗ്രൂപ്പിൽ ഇടുക. ഓക്കെ, കുറച്ച് സ്റ്റുഡൻസേ ഉള്ളൂ. നമ്മൾ ക്രിയേറ്റീവായിട്ട് ആയിരിക്കും പഠിക്കുക. അപ്പോൾ നബത്ത ഒരു കാർഡ്, നുബിത്ത അടുത്ത കാർഡ്, സുബിത്ത അടുത്ത കാർഡ്, സബത്ത അടുത്ത കാർഡ്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാർഡ് ഇൻക്രീസ് ചെയ്യാം. ബ ബി ബു ഒരു കാർഡ്, ത ടി ടു അടുത്ത കാർഡ്, ന നി നു അടുത്ത കാർഡ്, സ സി സു അടുത്ത കാർഡ്. ഓക്കെ, എന്നിട്ട് അവിടെ കൊണ്ട് വെച്ചേക്കുക. എന്നിട്ട് ഇത് സമയം കിട്ടുമ്പോൾ നിങ്ങൾ മറന്നുപോയി വീണ്ടും മെമ്മറിയിലേക്ക് കൊണ്ടുവരിക. അടുത്ത ശനിയാഴ്ച നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും കമൻ്റ് ഉണ്ട്, ക്ലാസ്സിൻ്റെ സിസ്റ്റം മാറ്റണം, വേറെ എന്തെങ്കിലും സംഗതി വേണം, സൗണ്ടിനെ കുറിച്ച് എനിക്കൊന്നുമില്ല. സൗണ്ട് ഞാൻ പരമാവധി ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും എനിക്കെതിൽ ചെയ്യാനില്ല. മറ്റു പലരും ക്ലിയർ ആണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത് എനിക്കൊന്നും പറയാനില്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഈ ഹോംവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുവോ? ഈ പറഞ്ഞത് തന്നെയാണ് വർക്ക്. ഈ പറഞ്ഞതിന്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഓക്കെ. ഓക്കെ.
ഇതിന്റെ ഈ പറഞ്ഞ പ്രസന്റേഷന്റെ കോപ്പിയും പിന്നെ ഗ്രൂപ്പിലിടും. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം ഇതിനപ്പുറം വേറൊരു വർക്ക് ഞാൻ ഏറ്റെടുത്താൽ അടുത്ത വർക്കിനെ അത് ബാധിക്കും. ഇപ്പൊ എനിക്ക് അടുത്ത ക്ലാസ് ഇപ്പൊ പുസ്തകം കിട്ടിയില്ല ഞങ്ങൾക്ക്. എങ്ങനെ? പുസ്തകത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. കുറച്ച് പ്രിന്റിങ്ങിന്റെ കുറച്ച് വർക്കൂടെ, ഡിസൈനിങ്ങിന്റെ വർക്കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരൂ. അതുവരെ നമ്മൾ PDF ആണ് ഉപയോഗിക്കുക. ഓക്കെ. 2 PDF ഈ പറഞ്ഞ ടെക്സ്റ്റിന്റെ PDF അയച്ചു തരും, ഈ പ്രസന്റേഷന്റെ PDF അയച്ചു തരും. നടന്ന വീഡിയോയുടെ ക്ലാസ് റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നടന്ന വീഡിയോയുടെയും ലിങ്ക് ഇട്ട് തരും. ഓക്കെ ഓക്കെ, ശരി. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിന് സ്തുതി. അവസാനമായും നമുക്ക് പറയാനുള്ളത് ദൈവത്തിന് സ്തുതിയാണ് പറയാനുള്ളത്. എല്ലാവരെയും ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.